God heals all the diseases except the ഇന്ന് നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മൾ പോകുന്നൊരു വിഷയം, പ്രത്യേകിച്ച് നമ്മളെല്ലാം ഈ ദിവസങ്ങൾ ഒത്തിരി നമ്മുടെ സൗഖ്യത്തെപ്പറ്റി പറയുന്നു. നമ്മുടെ പല പ്രിയപ്പെട്ടവരും രോഗികളായിരിക്കും. നമ്മൾ തന്നെ അടിക്കടി പലരും രോഗികളാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ രോഗങ്ങൾ വർദ്ധിക്കും. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി പറഞ്ഞു, പ്രാർത്ഥന ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു, അനേകം രോഗികളാവും, ചിലരെങ്കിലും മാറ്റപ്പെടും. പക്ഷേ അത് പുറോട്ടം ചിന്തിച്ചപ്പം ശരിയാ, അനേകം രോഗികളായിരിക്കുന്നു. പുതുതായി വീണ്ടും ചിലർ രോഗികളാകുന്നു. ചിലരെങ്കിലും ബയോപ്സി റിപ്പോർട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ചിലരുടെ ബയോപ്സി റിപ്പോർട്ട് വന്നു, പക്ഷേ രോഗികൾ അറിഞ്ഞിട്ടില്ല എന്താണ്. കുടുംബം അറിഞ്ഞു, അവർ ഡോക്ടർ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥം അതും 70-80 വയസ്സൊക്കെ ആയവരാണ്. അപ്പം നല്ല പ്രായമായി ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടവരും ഒക്കെയാണ്. അപ്പം അവർ പ്രത്യാശയുടെ അക്കരയ്ക്ക് പോകുന്നതിന് പകരം അവർക്കൊരു രോഗവും കൂടെ എന്തിന് ദൈവമേ നീ അനുവദിക്കുന്നു? എന്തിനായിട്ട് കർത്താവെ ഒരു കഷ്ടത്തിലേക്ക് അവരെ തള്ളിവിടുന്നു? ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ചോദ്യം, എൻ്റെ മനസ്സിൽ എപ്പോഴും ചോദ്യം വരുന്നുണ്ട്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഐ ആസ്ക് ഗോഡ്, ലോർഡ് വൈ, എന്തിനവരെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പോൾ അവരെന്ത് ദോഷം ചെയ്തു? ഒരു ദോഷവും ചെയ്യാതെ അവർ ജീവിച്ചു. അവർ പ്രത്യാശയോടെ അങ്ങ് അക്കരയ്ക്ക് അങ്ങ് വിളിക്കുകയാണ്. വിളിച്ചോ, എന്തിനാ രോഗം കൊടുത്ത് വിളിക്കുന്നത്? അല്ലേ, ഈ നേരിട്ട് വിളിച്ചാൽ വരാത്തവരെയായി പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇതങ്ങനെ പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അല്ലേ? എന്തിനാണ് കർത്താവേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് പലപ്പോഴും. ഇതിനൊക്കെ എപ്പോഴും ഉത്തരങ്ങളിലേക്ക് നമുക്ക് പോകാൻ വേദോസ്തവം മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടു. മനുഷ്യരുടെ അടുത്ത് ഉത്തരത്തിന് പോയിട്ട് കാര്യമില്ല. പക്ഷേ വചനത്തിലേക്ക് വരുമ്പോഴും ചില കാര്യങ്ങൾ അത്ര ക്ലിയർ അല്ല ഒരർത്ഥത്തിൽ. എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, വൈ ഓൾ ആർ നോട്ട് ഹീൽഡ്? എന്തുകൊണ്ട് എല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നില്ല? ഇതൊരു യൂണിവേഴ്സൽ ചോദ്യമാണ്. ലോകം എല്ലാവരും ചോദിക്കുന്നത്, വൈ ഓൾ ആർ നോട്ട് ഹീൽഡ്? നിങ്ങൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ്, പിന്നെന്താ? ഈ ചോദ്യം ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, ആവർത്തന പുസ്തകം 29-ാം അധ്യായം 29-ാം വാക്യം, ഡ്യൂട്രോണമി ചാപ്റ്റർ 29 വേഴ്സ് 29, ഏതാ വാക്യം? ദ സീക്രട്ട് തിങ്സ് ബിലോങ് ടു ദ ലോർഡ്. മറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്കുള്ളത്. ചില കാര്യങ്ങൾ, ഈ ഒരു വിഷയം, ഞാനിപ്പം പറയാൻ പോകുന്ന വിഷയം, ഐ എം ആക്ച്വലി സെയിങ് ഇറ്റ് ടു യു വിത്ത് ട്രെംബ്ലിങ്. ഭയത്തോടും വിറയലോടുകൂടിയാണ് ഈ വിഷയം, ഈ വചനം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്നത്. കുറേ നാളത്തെ പ്രാർത്ഥനയും ഒരുക്കമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ വളരെ വിറയലോടും ഭയത്തോടും, അതേസമയത്ത് വിത്ത് മച്ച് ഹ്യൂമിലിറ്റി, ഏറ്റവും താഴ്മയോടും, അതേസമയത്ത് വിത്ത് എ സെൻസ് ഓഫ് മിസ്റ്ററി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ചില മർമ്മങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ. ചിലത് മറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണമെന്നില്ല, അല്ലേ? അത് ദൈവത്തിനുള്ളതാണ്. എന്താണ് മറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ? നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളത്രേ. അടുത്തത്, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. കേട്ടോ, ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു വാക്യം. ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞത് സീക്രട്ട് തിങ്സ് അത് ദൈവത്തിനുള്ളതാ, പകരം വെളിപ്പെട്ട് കിട്ടിയതോ നിനക്ക് അനുസരിക്കാനുള്ളതാ. ഇന്ന് നമ്മുടെ പ്രശ്നം, വെളിപ്പെട്ട് കിട്ടിയ ഈ ദൈവവചനം അനുസരിക്കാൻ വയ്യ. എന്നിട്ട് നടന്ന് ചോദിക്കുക, എന്നെയൊക്കെ ലോകത്തുനിന്ന് പലയിടത്തുനിന്ന് വിളിക്കും, പാസ്റ്ററല്ലയോ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ വെളിപ്പാട് പുസ്തകത്തിൽ 144,000 ആരാ? ഇനി ഇതും കൂടെ ഈ വെളിപ്പെട്ട് കിട്ടിയത് നമുക്ക് അനുസരിക്കാൻ വയ്യ. 144,000 ആരാ? അതറിഞ്ഞിട്ട് വേണം എനിക്കിനി മറ്റേ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്തുവാ വെളിപ്പാട്, ആട്ടുംകുട്ടി ആരാ, ആൺകുട്ടി ആരാ, 144,000 ആരാ, അന്തിക്രിസ്തു ആരാ, 666 ആരാ? ഇതൊക്കെ ഞാൻ ഇതൊക്കെ മറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്കുള്ളത് വിട്ടേരെ. ഇതിനകത്ത് വെളിപ്പെട്ട് കിട്ടിയ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? സ്നേഹിക്കണം. അത് വയ്യ, അത് വയ്യ. കണ്ടോ, വെളിപ്പെട്ട് കിട്ടിയത് അനുസരിക്കാൻ വയ്യ. വെളിപ്പെട്ട് കിട്ടിയത് അനുസരിക്കാൻ പറ്റുന്നില്ല. പകരം എന്താണ്? മറഞ്ഞിരിക്കുന്നത് തപ്പി നടക്കുക. ദയവായി ഈ മറഞ്ഞിരിക്കുന്നത് തപ്പുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നങ്ങ് മതിയാക്കിയേക്കണം. മറഞ്ഞിരിക്കുന്നത് തപ്പണ്ട, വെളിപ്പെട്ട് കിട്ടിയത് അനുസരിക്കാം. പിടി കിട്ടിയല്ലോ. ഇനി എന്തെങ്കിലും സംശയം ചോദിച്ചോണ്ട് വന്നാൽ ആവർത്തന പുസ്തകം 29-29. 28-29 ആയിരുന്നോ?
അങ്ങ് ക്ഷമി പോട്ടെ വിട്ടേര്. 79-28 അത് മലയാളത്തിൽ, ഇംഗ്ലീഷ് 29-29. എൻ്റെ മുയലിന് എത്രയാണ് കൊമ്പ്? 3 ആയിക്കോട്ടെ, ശരി. ഇന്നാ ഞാൻ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് വരുന്നത്. ചിരിച്ചോ, ആദ്യം ചിരിച്ചോ, എന്നിട്ട് നമുക്ക് വചനത്തിലേക്ക് വരാം. ഓക്കെ, വാട്ട് ഈസ് ദ തിയോളജി ഓഫ് ഹീലിംഗ്? സൗഖ്യത്തിൻ്റെ ഒരു ദൈവശാസ്ത്രം എന്താ? അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനത്തിലേക്ക് തന്നെ വരണം. ദ ബിബ്ലിക്കൽ കൺസെപ്റ്റ് ഓഫ് ഹീലിംഗ്, അല്ലെങ്കിൽ ഈ വചന വ്യവസ്ഥയിൽ സൗഖ്യം എന്ന് പറയാൽ ദാറ്റ് ട്രാൻസെൻഡ്സ് ഫിസിക്കൽ റിക്കവറി. അതായത് എനിക്ക് ശാരീരികമായിട്ട് എനിക്ക് സൗഖ്യമാകണം. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന സൗഖ്യം ശാരീരിക സൗഖ്യത്തെയും അപ്പുറമാണ്, അതിനും അപ്പുറമാണ്. അത് ഇറ്റ് ഇൻഡിഗ്രേറ്റ്സ് ദ സ്പിരിച്വൽ. ആ സൗഖ്യത്തിനകത്ത് ആത്മീയ സൗഖ്യമുണ്ട്, ഇമോഷണൽ സൗഖ്യമുണ്ട്, അല്ലെങ്കിൽ ആന്തരിക സൗഖ്യമുണ്ട്, വേറെ ഫിസിക്കൽ ഡയമെൻഷൻസും ഉണ്ട്. എന്താണ് ഇതെല്ലാം? ദൈവത്തിൻ്റെ ഒരു റിഡംപ്റ്റീവ് കവനൻ്റ് എന്ന് പറയും. ദൈവം നമ്മോടൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടിയാണ്. പാപം ചെയ്ത് ദൈവത്തെ വിട്ട് മാറിപ്പോയ നമ്മളെ വീണ്ടും വീണ്ടെടുത്ത് തന്നോട് ചേർത്തു. അതാണ് ദൈവം നമ്മോട് ചെയ്ത ഏറ്റവും വലിയ കാര്യം. അപ്പം അതിനകത്ത് ദൈവം ഈ വചനത്തിലൂടെ പറയുന്ന സൗഖ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് കൺസേൺഡ് വിത്ത് ഹോൾനെസ്, പൂർണ്ണമായിട്ടുള്ള സൗഖ്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എ ടോട്ടൽ റിസ്റ്റോറേഷൻ ഓഫ് ദ ഡാമേജ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ക്രിയേഷൻ. പ്രകൃതിയോടും അന്യോന്യവും ദൈവത്തോടുമൊക്കെ നമ്മളെ നിരപ്പിക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് കർത്താവ് ചെയ്യുന്നതെന്നുള്ള കാര്യം മറക്കരുത്. അപ്പം ഈ ബിബ്ലിക്കൽ ഹോൾനെസ്, വചനപ്രകാരമുള്ള ഒരു ഹോൾനെസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണത. അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ദാറ്റ്സ് ഹീലിംഗ് ബിയോണ്ട് ഫിസിക്കൽ, അല്ലേ? ഈ ശാരീരികമായ സൗഖ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അതിനും വളരെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 3 യോഹന്നാൻ, എല്ലാം കൂടെ 3 യോഹന്നാന്മാരില്ല. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ലേഖനം, 3-ാമത്തെ ലേഖനം. അതിൻ്റെ ഒറ്റ അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 2-ാം വാക്യം. പ്രിയനെ, നിന്റെ ആത്മാ ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ആ യോഹന്നാൻ അപ്പോസ്തലൻ അറിയാമല്ലോ, പുള്ളി നല്ല വയസ്സായി പ്രായമായി ഏറ്റവും ഒടുവിൽ മരിച്ച അപ്പോസ്തലനാണ്. അദ്ദേഹം എഴുതുക, മോനെ പ്രിയനെ, എന്താണ്? നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദാറ്റ്സ് എ ഗുഡ് പ്രേയർ, അല്ലേ? നമുക്കൊരാളോട് ആശംസിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആശംസ, നമുക്കൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത് എന്താണ്? ഇത് തന്നെയാണ്. എന്താണ് ഇംഗ്ലീഷിൽ അതെങ്ങനെയാണ്? ബിഹോൾഡ് ഐ പ്രേ ദാറ്റ് ഇൻ ഓൾ തിങ്സ് ദൗ മേസ് പ്രോസ്പർ ആൻഡ് ബി ഇൻ ഹെൽത്ത് ആസ് ദൈ സോൾ പ്രോസ്പറത്ത്. സോൾ എന്ന് ഇംഗ്ലീഷിൽ കിടക്കുന്ന മലയാളത്തിൽ നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. അതിൻ്റെ അർത്ഥം നിൻ്റെ ആത്മാവ് ശുഭമാണ്, അങ്ങനെയെങ്കിൽ നിൻ്റെ ദേഹിയും ശുഭം, നിൻ്റെ ശരീരത്തിലും സുഖം. ഇങ്ങനെ ആയിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന അവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുന്നത്, അവിടെ നിന്ന് ഒന്ന് ഓടിച്ച് നമുക്കൊന്ന് വരാം. ശരിക്കും പറഞ്ഞാൽ ഈ സുഖം, ഹീലിംഗ് നമ്മൾ പറയുമ്പം അത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ്. എല്ലാം ശുഭമായിരിക്കുന്നു, നന്നായിരിക്കുന്നു. അടുത്തത് ആൻഡ് പീസ്, സമാധാനമായിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറില്ലേ, ഒന്നും ഇല്ലേലും കുഴപ്പമില്ല, സമാധാനത്തോടൊന്ന് ഇരുന്നാൽ മതി, അല്ലേ? ചിലർ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം അവരേറ്റവും വില കൊടുക്കുന്നത്, അവരേറ്റവും ആഗ്രഹിക്കുന്നത് എന്താണ്? സമാധാനം. വേറെ കുറച്ചുകൂടെ താഴ്ത്തി പറഞ്ഞാൽ സ്വസ്ഥത, വേറെ കുറച്ചുകൂടെ പറഞ്ഞാൽ സ്വൈര്യം, അല്ലേ? അല്പം സ്വൈര്യം താ, അല്പം സ്വസ്ഥത, അല്പം സമാധാനം താ, ബാക്കിയൊന്നും വേണ്ട. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന സ്വസ്ഥതയാണെന്ന് ഓർക്കണം. ഇനി അടുത്തതൊരു ഫങ്ഷണൽ ഓർഡർ, ഒരു ക്രമമായിട്ട് കാര്യങ്ങളൊന്ന് പോകണം, അല്ലേ? അപ്പം ഇവിടെ ഇതിനെല്ലാം കൂടെ ചേർന്ന് ബൈബിളിൽ പറഞ്ഞ വേറൊരു ടേം ഉണ്ട്. എന്താണെന്നറിയാമോ? ഷാലോം. നമ്മൾ പലപ്പോഴും ഈ ഷാലോം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ മാത്രം കേൾക്കുന്നൊരു വാക്കാണെന്നും, കാണുമ്പോൾ ഒരു വിഷിങ് ഒരു വേർഡാണെന്നും, സമാധാനം എന്ന് മാത്രമാണ്, വെള്ളരിപ്രാവ്, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ ഈ ഷാലോം എന്നുള്ള വാക്ക് ചുമ്മാ ഒരു സമാധാനത്തിൻ്റെ ഒരു വാക്ക് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ ഷാലോമിന്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ ഷാലോം. ഓക്കെ, നമുക്ക് സാധാരണ നമ്മൾ പഴയ നിയമത്തിൽ എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു വാക്യമാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം. എക്സഡസ് ചാപ്റ്റർ 15:26. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്
അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ഈ വാക്യം ഒരു വലിയ വാക്യമാണ്. നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യും? അതിൽ നിന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യും. ഏതാണ്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന. എവിടെയെങ്കിലും ഒരു വാക്യം തൂക്കിയിട്ടെടുത്ത് അത് മാത്രം അതിലേ കണ്ടിട്ടുള്ളൂ. ഈ വാക്യം മൊത്തം കണ്ടിട്ടുണ്ടോ? നമ്മുടെ പ്രശ്നം ഐ എം ദ ലോർഡ് ദാറ്റ്. അത് ഏതാണ്? എൻ്റെ ഒറിജിനൽ വാക്ക് ഏതാണ്? ജഹോവ റാഫ അല്ലേ? നമ്മൾ ജഹോവ റാഫ അങ്ങോട്ട് കത്തിച്ച് പാടും. അയ്യോ നമ്മളാ യഹോവ റാഫ സുഖം തരും ദൈവമേ. അയ്യോ ആ പാട്ട് കേട്ടാൽ നമ്മൾ സുഖം കൊടുത്തു അല്ലേ? അത് നമ്മൾ ഈ യഹോവ റാഫ എന്നുള്ള ഒരൊറ്റ വാക്ക് പിടിച്ച് നമ്മളങ്ങ് വെച്ച് കത്തിക്കും. അവിടെ കണ്ടീഷനിലാണ് പറയപ്പെട്ടത്. ആ വാക്യം എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ. എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടെ. നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാ കേൾക്കുന്നത്? ഞാൻ രാവിലെ പറയായിരുന്നു, ഐ ആം ടെല്ലിങ് ദ ഡീപ്പ് ട്രൂത്ത്സ് ഓഫ് ദ വേർഡ് ബട്ട് പീപ്പിൾ വെർ ഇൻ ഡീപ്പ് സ്ലീപ്പ്. ഞാനിവിടെ ദൈവവചനത്തിൻ്റെ ആഴം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വളരെ ആഴമായ ഗാഠനിദ്രയിൽ ചിലരാകും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. അപ്പുറമുള്ള വ്യാധി നിനക്ക് വരാതിരിക്കണമെങ്കിൽ നീ ഇത് ശ്രദ്ധയോടെ കേട്ട് പാലിച്ച് അനുസരിച്ച് ജീവിക്കണം. അത് നമ്മൾ പറയത്തില്ല. ഇന്ന് അപ്പുറത്ത് ഇപ്പുറമുള്ള സകല അസുഖങ്ങളും നമുക്കും ഉണ്ട്. പണ്ട് ജാതികളെ പോലെ നമ്മൾ ബാധിക്കപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴോ ജാതികൾ ബാധിക്കപ്പെടുന്നതെല്ലാം നമ്മളും ബാധിക്കപ്പെടുന്നുണ്ട് അല്ലേ? ഇവിടെ നോക്കിയേ, അവർക്ക് വരുന്നത് നമുക്ക് വരണമെന്നില്ല പ്രിയപ്പെട്ടവരെ. അവിടെയാണ് വ്യത്യാസമുണ്ട്. ഇതാണ് കവനൻ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം അവിടെ കൃത്യമായിട്ടവിടെ പറഞ്ഞിരിക്കുന്നു. ദാറ്റ്സ് എ കവനൻ്റൽ ഒരു പ്രോമിസാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നു, ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം ശരിയാകുമ്പം നിങ്ങൾ എൻ്റെ അടുത്ത് മടങ്ങി വന്ന് ഞാൻ പറയുന്നത് അനുസരിച്ചാൽ അവർക്ക് വന്നതൊന്നും നിങ്ങൾക്ക് വരത്തില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ദർ ഇസ് എ കോറിലേഷൻ ബിറ്റ്വീൻ ദ സ്പിരിച്വൽ ഹെൽത്ത് ആൻഡ് ദ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ അല്ലേ? എനിക്ക് ആത്മീയമായ ഈ പറഞ്ഞ പോലെ ഒരു സൗഖ്യവും അതേസമയത്ത് ശാരീരികമായ ഒരു പ്രൊട്ടക്ഷൻ, ഇത് രണ്ടും. എൻ്റെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ആത്മീയമായൊരു സൗഖ്യവും എനിക്ക് ആവശ്യമാണ്. ഇത് രണ്ടും കോറിലേറ്റഡ് ആണ് പ്രിയപ്പെട്ടവർ. ഇതിലൊന്നിൽ നിന്നൊന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇവിടെയാണ് ശരിക്കും ഒരു ഫിസിക്കൽ അഫ്ലിക്ഷൻ, പലപ്പോഴും ഒരു ശരീരത്തിൽ നമ്മളൊരു ക്ലേശത്തിലൂടെ കടന്നു പോകുന്നതിൽ പ്രാഥമികമായിട്ട് പ്രൈമറിലി അതിന് കാരണം ഒരു പാപം തന്നെയാണ്. പാപം മൂലമാണ് ഈ രോഗം വന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഓരോ രോഗം വരുമ്പോഴും ചാടിക്കയറി പാപം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നമ്മൾ വിധിക്കാൻ പോരുത്. ആദ്യം നമുക്ക് രോഗം വരുമ്പം കർത്താവ് ഇതിന് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലൊരു കുറവുണ്ടോ എന്നാദ്യം നമ്മളെ തന്നെ നമ്മളൊന്ന് പരിശോധിച്ചേക്കണം. അല്ലാതെ വേറെ ആരെയും ചെന്ന് പരിശോധിക്കാൻ നമ്മുടെ കയ്യിലൊന്നും തന്നിട്ടില്ല അല്ലേ? നമ്മുടെ പാപമാണോ എനിക്കിതിന് കാരണം എന്ന് മാത്രം നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ മതി. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മുടെ പാപം വഴിയാണ് ഈ രോഗം വന്നതെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പക്ഷേ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പം ഈ ചില വാക്കുകളൊന്ന് ശ്രദ്ധിക്കുന്നുള്ള. ഞാൻ ബൈ ദ വേ എനിക്ക് ഗ്രീക്കും ഹീബ്രുവും അറിയത്തില്ല, കാരണം ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. ശരി, അപ്പം ഞാൻ ഇത്രയും മനസ്സിലാക്കി. ഈ റാഫ എന്നുള്ള വാക്ക് ഏകദേശം 60ഓളം പ്രാവശ്യം ബൈബിളിലുണ്ട്. അതിൻ്റെ സിമ്പിൾ മീനിങ് റിസ്റ്റോറേഷൻ അല്ലേ? പുനഃസ്ഥാപിക്കൽ, മെൻഡിങ്, തിരിച്ച് കൂട്ടിച്ചേർക്കൽ, കവനൻ്റൽ പ്രൊട്ടക്ഷൻ. ആ ദൈവം തന്ന ആ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള എനിക്ക് കിട്ടുന്ന സംരക്ഷണം അല്ലേ? അവിടെയാണ് ദൈവത്തിൻ്റെ ഒരു എറ്റേണൽ ഐഡൻറ്റിറ്റി എന്താണെന്നറിയാമോ? ഹീലർ. അവൻ സൗഖ്യദായകനാണ്. അവനെൻ്റെ രക്ഷകൻ മാത്രമല്ല, എൻ്റെ ദൈവം മാത്രമല്ല, എൻ്റെ സൗഖ്യദായകനുമാണ്. അടുത്ത് 120 പ്രാവശ്യത്തിലധികം ബൈബിളിലുള്ള മറ്റൊരു പദമുണ്ട്. ആ വാക്കിൻ്റെ ഗ്രീക്കാന്ന് തോന്നുന്നു. അതെ, ഗ്രീക്കാണത്. സോസോ. എന്താണ്? SOZO, സോസോ എന്നുള്ള വാക്ക്. ആ വാക്കിൻ്റെ അർത്ഥം എൻ്റെ ആത്മാവിനും ശരീരത്തിനും എൻ്റെ മനസ്സിനും ദേഹിക്കും ബുദ്ധിക്കും എല്ലാം ചേർന്ന് എൻ്റെ എൻറ്റയർ മാൻ എന്നുള്ളൊരു ഹീലിംഗ്. പക്ഷേ അതിന് കൊടുത്തിരിക്കുന്ന കാരണം എന്താ? ഫോർഗീവ്നെസ്.
എനിക്ക് പാപക്ഷമ ലഭിക്കുമ്പം, എന്നോട് ദൈവം ക്ഷമിക്കുമ്പം എനിക്കൊരു സൗഖ്യം വരുന്നു. പക്ഷേ അതിൻ്റെ സൗഖ്യം ശരീരത്തിന് മാത്രമല്ല, എൻ്റെ ആത്മാവിന് സൗഖ്യം, എൻ്റെ മനസ്സിന് സൗഖ്യം, അല്ലേ? എൻറ്റയർ മാൻ ഐ എം ഹീൽഡ്. അതാണ് ആ സോസോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അടുത്തത് വേറൊരു വാക്ക്, ഒരു ഗ്രീക്കിലൊരു വാക്ക് കൂടെ പണ്ട്, എനിക്ക് ആ വാക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം, അറിയാത്തതുകൊണ്ട് എനിക്ക് പറയാൻ അറിയത്തില്ല, അത്രയേ ഉള്ളൂ. ആ വാക്കിൻ്റെ അർത്ഥം ഫിസിക്കൽ ക്യൂർ. അത് ശാരീരിക സൗഖ്യം മാത്രമാണ്. അതിനകത്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അല്ലേ? അന്ന് ചിലപ്പോൾ ഒരു മരുന്ന്, ഒരു വൈദ്യൻ, അതൊരു അത്തിപ്പഴക്കൊട്ടയായിരിക്കും, എന്താണെങ്കിലും ആവട്ടെ, അതിൽ കൂടെയൊക്കെ വരുന്നുണ്ട്. വേറൊരിടത്ത് നമുക്കറിയാം, യേശു ചെളി തുപ്പി ചേറുണ്ടാക്കി പുരട്ടി. വേറൊരിടത്ത് പറഞ്ഞ് നീ ഇച്ചിരി വീഞ്ഞും കൂടെ കുടിച്ചു വന്നു. അത് വെള്ളം അടിക്കാൻ പറഞ്ഞതല്ല, വയർ IBS ഉണ്ടായിരുന്നു. ഈ തിമത്യോസിന് IBS ഉണ്ടായിരുന്നു. അപ്പോൾ പൗലോസ് നോക്കി, ഇവിടെ നീ ഇങ്ങനെ വെള്ളം മാത്രം കുടിച്ചാൽ ഡീഹൈഡ്രേഷൻ ആയി പോകും. അതുകൊണ്ട് എന്ത് ചെയ്ത് ഇച്ചിരി മരുന്നും കൂടെ എടുക്കുന്നതാണ് എൻ്റെ അർത്ഥം. അപ്പം അതിനെല്ലാം കൂടെ ചേർത്ത് ഹീലിംഗ് ത്രൂ വേരിയസ് മീൻസ്, ഇൻക്ലൂഡിങ് ഈവൻ ദ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്. അത് മരുന്നും ഡോക്ടറും മാത്രമല്ല, പ്രാർത്ഥനയും ശാന്തി വരമുള്ളവരുടെ ശുശ്രൂഷയിലൂടെയെല്ലാം ദൈവസൗഖ്യമാക്കും. അടുത്തത് വേറൊരു ഗ്രീക്ക് വാക്ക് കൂടെ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ആ സൗഖ്യം ദാറ്റ്സ് ഇമ്മീഡിയറ്റ്, ദാറ്റ്സ് മിറക്കുലസ്, ദാറ്റ്സ് എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് ഡിവൈൻ ഇൻ്റർവെൻഷൻ. അതായത് സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്ന് സൗഖ്യം ആയി എഴുന്നേക്കുന്നത്. ഇതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ശരിയല്ലേ? അങ്ങനെ സൗഖ്യമാക്കിയിട്ടുണ്ടോ ദൈവം? നമ്മളിവിടെ ഇരിക്കുന്ന നമ്മളും പലരും അങ്ങനെയൊക്കെ സൗഖ്യത്തിൻ്റെ സാക്ഷികളല്ലേ? അല്ലേ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും? ചിലർക്കെങ്കിലും ദൈവം അങ്ങനെ രാത്രി വലിയ പ്രയാസത്തിൽ രാവിലെ അത് എവിടെ പോയെന്ന് അറിയത്തില്ല, അല്ലേ? ഒരു മുഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ എവിടെ പോയെന്ന് അറിയത്തില്ല, അല്ലേ? എനിക്ക് കഴിഞ്ഞ ടെസ്റ്റിൽ അത് കണ്ടത്, ഇപ്രാവശ്യത്തെ ടെസ്റ്റിൽ അത് ഇല്ല. എൻ്റെ അടുത്ത കർത്താവ് സൗഖ്യമാക്കി, അല്ലേ? അങ്ങനെയുള്ള എത്രയോ സൗഖ്യത്തിൻ്റെ സാക്ഷികളാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്തുമാത്രം രോഗത്തിലൂടെ കടന്നു പോയവരാ പ്രിയപ്പെട്ടവരെ. നമ്മൾ എത്രയോ പേര്, അല്ലേ, ദൈവിക രോഗശാന്തിയുടെ ശരിക്കും നേർ സാക്ഷികളാണ് നമ്മളിവിടെ ഓരോരുത്തരും. നമ്മളെല്ലാം മരുന്നെടുത്തുകൊണ്ട് മാത്രമാണോ നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത്? നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ നല്ല ഡോക്ടറെ അടുത്ത് ചെന്നുകൊണ്ടാണോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? അല്ല പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് സൗഖ്യമാക്കിയതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ എൻ്റെ കർത്താവ് സൗഖ്യമാക്കിയതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരെല്ലാവരും കരങ്ങളെ ഉയർത്തി നിന്ന് ദൈവത്തെ സ്തുതിച്ച് ഞങ്ങൾ മാത്രമല്ല, ഓൺലൈനിൽ കേൾക്കുന്നവരും എവിടെ ഇരുന്നുകൊണ്ടും കർത്താവാണ് നമ്മളെ സൗഖ്യമാക്കിയെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി നിന്ന് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ഡിവൈൻ ഇൻ്റർവെൻഷൻ അത് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ എപ്പോഴും ദൈവം അത് ചെയ്യണമെന്നില്ല പ്രിയപ്പെട്ടവരെ, അല്ലേ? പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ദൈവമാണ് അത് ചെയ്യേണ്ടത്. അത് ദൈവത്തിൻ്റെ പ്രെറോഗേറ്റീവ്പ്പെട്ട കാര്യമാണ്. ദൈവം തീരുമാനിക്കട്ടെ, അതങ്ങ് വിട്ടേക്കാം. പക്ഷേ ഇത്രയും സൗഖ്യങ്ങൾ 4 വാക്കുകൾ ഞാൻ പറഞ്ഞെങ്കിലും അതിൽ പ്രധാനമായിട്ട് ബൈബിളിൽ ഏറ്റവും എടുത്തു പറയുന്ന വാക്ക് സോസോ തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതിനെ സാൽവേഷൻ എന്നാണ് നമ്മൾ പെട്ടെന്ന് അതിനെ തർജ്ജമ ചെയ്യുന്നത്, രക്ഷ, അല്ലേ? പക്ഷേ ആ രക്ഷയ്ക്കായിട്ട് അതിനകത്ത് ത്രൂ ആൻഡ് ത്രൂ ഇതിനകത്ത് ഒരു ഹീലിംഗ് ആണ് ആ സാൽവേഷൻ. പക്ഷേ ആ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ഓഫ് ദ ബോഡി, ഹീലിംഗ് ഓഫ് ദ സോൾ ആൻഡ് ഹീലിംഗ് ഓഫ് ദ സ്പിരിറ്റ്. പക്ഷെ നമ്മുടെ പ്രശ്നം, നമുക്ക് ആത്മീക സൗഖ്യം നമുക്ക് വലിയ പ്രശ്നമല്ല, നമ്മുടെ ആന്തരിക സൗഖ്യം. പക്ഷെ നമുക്കെല്ലാം വേണ്ടുന്ന ഒറ്റ സൗഖ്യമുള്ളൂ. ഏതാണ്? ശരീരത്തിലെ സൗഖ്യം. ശരീരത്തിലെ സൗഖ്യം വേണോ? ശരീരത്തിൽ ജീവിക്കുമ്പോൾ ശരീരത്തിൽ തീർച്ചയായിട്ടും സൗഖ്യം വേണം. പക്ഷേ ആ സൗഖ്യത്തിനോടൊപ്പം ഒരു പാക്കേജായിട്ടാണ് കർത്താവ് ദൈവമക്കളായ നമുക്ക് തന്നിരിക്കുന്നത്. സാൽവേഷൻ, നമ്മൾ പ്രാപിച്ച രക്ഷയിൽ, നമുക്ക് ലഭിച്ച ആ രക്ഷയിൽ, ആ പാക്കേജിൽ ഇതുമുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മൾ ആ പാക്കേജിൽ നമുക്കിഷ്ടമുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. ഏതാണ്? രോഗസൗഖ്യം മാത്രമേ നമുക്ക് പാക്കേജിൽ കാണുന്നുള്ളൂ. പക്ഷേ ആ പാക്കേജിൽ ഇരിക്കുന്ന മറ്റ് 2 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ. അപ്പം നമുക്ക് നമ്മുടെ ക്രിസ്തു ക്രൂശിലൂടെ നമുക്ക് നേടിത്തന്നത് അറ്റോൺമെൻറ്റ് എന്നൊരു വാക്കുണ്ട്. ഇംഗ്ലീഷിൽ അറ്റോൺമെൻറ്റ്, അത് മലയാളത്തിൽ തർജ്ജമയാണ് പ്രതിശാന്തി അല്ലെങ്കിൽ പ്രായശ്ചിത്വം എന്നൊക്കെ പറയും. നമുക്ക് പകരമായി കർത്താവ് മരിച്ചു ക്രൂശിൽ. അങ്ങനെയാണല്ലോ നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത്. അപ്പം മെശിഹ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആ ക്രൂശിൽ നിവർത്തിച്ച കാര്യങ്ങളിൽ, അത് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കറിയാം. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യം, ഐസയ 53:5, യെശയ്യാവ് 53:5 അവിടെ ഒരു വാക്യമുണ്ട്. എന്താണ്? അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മളെപ്പം രോഗസൗഖ്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ വാക്യം നമ്മൾ കോട്ട് ചെയ്യും, അല്ലേ? ബൈ ഹിസ് സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. നമ്മളെല്ലാവർക്കും കൂടെ നമ്മൾ അന്യോന്യം പറയുന്നൊരു വാക്യമാണ്. ഈ വാക്യം പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും,
അല്ലേ? അപ്പം ഇത് എത്രയോ നൂറ്റാണ്ടും യെശയ്യാവിലൂടെ പ്രവചനാത്മാവിൽ പറഞ്ഞതാ. പക്ഷേ ഇത് നമുക്ക് മത്തായി സുവിശേഷം 8-ാം അധ്യായം 16-17 വാക്യത്തിൽ, മത്തായി 8-16-17 യേശു ഈ ഭൂമിയിൽ മശീഹായിട്ട് വന്നപ്പം താൻ എന്ത് ചെയ്തു? അവിടെ ഈ പറഞ്ഞ എല്ലാവരെയും സൗഖ്യമാക്കി. അപ്പോഴാണ് അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ആൾക്കാരാ ഇതാണ് യെശയ്യാവിൽ നമ്മൾ വായിക്കുന്നത്. എന്താണ്? വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. കണ്ടോ? അപ്പോഴാണ് യേശു ഇതെല്ലാം സൗഖ്യം, തൻ്റെ മെസ്സയാനിക് മിനിസ്ട്രി, ആ മെസ്സയാനിക് തൻ്റെ ആ വന്ന ദൗത്യം തന്നെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയത് ഇവിടെ താനത് നിവർത്തിച്ച് കാണിക്കുക. പക്ഷേ അവിടെ ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈ അറ്റോൺമെൻറ്റ്, ഈ പ്രായശ്ചിത്ത മരണത്തിലൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹീലിംഗ് ഈസ് ഗ്യാരണ്ടീഡ്, അല്ലേ? നമുക്ക് ഉറപ്പായിട്ടും ഈ സൗഖ്യം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ദ ടൈം ഓഫ് ഇറ്റ്സ് ഫുൾ റിസെപ്ഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ എ കംപ്ലീറ്റ് ബിബ്ലിക്കൽ തിയോളജി. ഈ വചനപ്രകാരം എനിക്ക് ആ കാൽവറി ക്രൂശിലൂടെ എനിക്ക് സൗഖ്യം പൂർണ്ണമായിട്ട് തന്നു എന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സമയം എന്നുള്ളത് അതൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. എനിക്കറിയാം ഒന്നും മനസ്സിലായില്ല എന്ന്, സാരമില്ല. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ, ദ ബൈബിൾ എസ്റ്റാബ്ലിഷ് എ ടെൻഷൻ ബിറ്റ്വീൻ ദ ബ്ലെസ്സിങ്സ് ഓൾറെഡി റിസീവ്ഡ്. എന്താണ്? ഇതുവരെയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുണ്ട്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ? പാപക്ഷമ. ഇപ്പോഴാണ് നിങ്ങൾ ആലോചിക്കുന്നത് അങ്ങനൊരു സാധനം ഉണ്ടോ? അയ്യോ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതുവരെ കിട്ടിയ ഏറ്റവും വലിയ ഹീലിംഗ് എന്താണെന്നറിയാം? ഏറ്റവും വലിയ ദാനം എന്താണെന്നറിയാം? ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാം? പാപക്ഷമ. പാപക്ഷമ. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഒരുത്തൻ രക്ഷിക്കപ്പെട്ടാൽ അവൻ ആദ്യം പാടുന്ന ഒരു പാട്ടുണ്ട്. എന്താണ്? യേശുവൻ ഉള്ളത്തിൽ വന്ന്. ഇന്ന് ആരാ ഈ പാട്ടൊക്കെ പാടുന്നത്? പാപക്ഷമ കിട്ടിയെങ്കിലല്ലേ ഇത് പാടാൻ പറ്റൂ. അല്ലാത്തപ്പം പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ, തേപ്പ് പാട്ടും പാടിക്കൊണ്ടിരിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പോൾ എല്ലാം ഈ ലവ് സോങ്സാണ്. എന്താണ്? ഒരു ഗിറ്റാർ കൊടുത്തുകൊണ്ട് ഇങ്ങനെ പുൽമേടിലേക്ക് പോയി അവിടെ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ കാല് നീട്ടിയിരുന്ന് അവിടെ വെച്ച് എൻ്റെ പ്രാണസഹിക്ക് ഞാനൊരു പാട്ട്. എത്ര നാൾ ഈ ലവ് സോങ്ങും പാടിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ? ഞാനിന്ന് ചിലരോടൊക്കെ പറയായിരുന്നു, വി ഹാവ് ടു മെച്യൂർ. നമുക്ക് ശരിക്കും അറിയാം, പഴയ ഭക്തന്മാരുടെയൊക്കെ പാട്ടുകൾ എടുത്ത് നോക്കണം. അതിനകത്തുള്ള കണ്ടൻറ്റ്, അതിനകത്തുള്ള തിയോളജി, അതിനകത്തുള്ള സൗഖ്യം, അതിനകത്തുള്ള ചില വെളിപ്പാടുകൾ, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ. നമ്മൾ ഈ ലവ് സോങ് പാടിക്കൊണ്ടിരുന്ന അതിനകത്ത് വലിയ പ്രത്യാശ വരുന്നില്ല പ്രിയപ്പെട്ടവരെ. കുറച്ചുകൂടെ നമുക്ക് ആഴത്തിലേക്ക് നമുക്കൊന്ന് വരേണ്ടിയിരിക്കുന്നു. അപ്പം ദ ബ്ലെസ്സിങ്സ് ഓൾറെഡി റിസീവ്ഡ്, അതാണ് ഫൊർഗീവ്നെസ് ഓഫ് സിൻസ്. ആൻഡ് ദ ബ്ലെസ്സിങ്സ് നോട്ട് എറ്റ് റിയലൈസ്ഡ്. എന്താണ്? ദ ബ്ലെസ്സിങ്സ് നോട്ട് എറ്റ് റിയലൈസ്ഡ്. അതെന്താണെന്നറിയാമോ? ഇനി ഒരു ബ്ലെസ്സിങ്ങും കൂടെ ഉണ്ട്. അത് ഇതുവരെ എനിക്ക് റിയലൈസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മൊത്തത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. എന്താണെന്നറിയാമോ? ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് മൈ ബോഡി, എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ഇത് രണ്ടും ഒറ്റ പാക്കേജാണെന്ന് ഓർക്കണം. എന്താണ്? എൻ്റെ പാപം ക്ഷമിച്ച് കിട്ടിയതെങ്കിൽ 1, 2 എൻ്റെ ശരീരം വീണ്ടെടുത്ത് തേജസ്കരിക്കപ്പെട്ട ശരീരം കിട്ടും. ഇത് രണ്ടും ഒരേ പാക്കേജ്, രണ്ടിനും ചേർത്താണ് സോസോ എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രശ്നം ശരീരം വീണ്ടെടുപ്പ് അതാർക്ക് വേണം? അല്ലേ? അതിനെ നമ്മൾ വില കുറച്ച് കാണുന്നു പ്രിയപ്പെട്ടവരെ. അടുത്തത് പാപക്ഷമ കിട്ടിയോ? ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ, ഇന്നത്തെ വിശ്വാസികളുടെ ഒരു അവസ്ഥ ഇതാ. പക്ഷേ നമ്മുടെയും പേരെന്താണ്? ക്രിസ്ത്യാനികൾ. നമ്മുടെയും പേരെന്താണ്? വിശ്വാസികൾ. പക്ഷേ പാപക്ഷമ കിട്ടിയോ എന്നുള്ള ബോധ്യമില്ല. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ടൊരു ഞരക്കം നമുക്കില്ല. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നു, ദ എൻറ്റയർ ക്രിയേഷൻ ഈസ് എന്താണ്? ഗ്രോണിങ്, ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? അപ്പോൾ ആ വാക്യത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇവിടെ റോമർ 8-23 മുതൽ 25 വരെ വായിച്ചാൽ, റോമൻസ് 8:23-25 വായിച്ചാൽ അവിടെ അറിയാം.
ആത്മാവെന്ന ആദ്യദാനം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും ആ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. കണ്ടോ, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നവർ ഒന്ന് കൈപൊക്കിക്കേ. അത് എന്തുവാന്ന് പോലും നമുക്ക് മനസ്സിലായില്ല. പൗലോസ് ഭയങ്കര കടുകട്ടിക്കൊക്കെ എന്തോ എഴുതി വെച്ചിരിക്കുന്നു. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല, അല്ലേ? ഇത് ആരുടെ കാര്യം എഴുതിയിരിക്കുന്നത്? മേളിൽ പോകുന്നതിന് ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്ക്. എന്താണ്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം. ആത്മാവെന്ന ആദ്യദാനം. അതിൻ്റെ റോമാലേഖനം 8-ാം അധ്യായം 23 മുതൽ. ആത്മാവെന്ന ആദ്യദാനം. ആദ്യദാനം എന്ന് പറഞ്ഞാണ് ആദ്യം കിട്ടിയത്. അവിടെ ആത്മാവെന്ന ആദ്യദാനം. ഈ EMI എല്ലാ മാസവും പിന്നെ അടച്ചാൽ മതി, ഫൈനലി അടച്ച് തീരും. പക്ഷെ ആദ്യം കൊടുക്കുന്നതിന് എന്താ പറയുന്നത്? അതിൻ്റെ ഒരു എന്താണ്? ഡൗൺ പേയ്മെൻറ്റ്. അതെ, നമുക്കൊരു ഡൗൺ പേയ്മെൻറ്റ് കിട്ടി ആദ്യം. ഏതാണ്? ആത്മാവ്. ഈ ആത്മാവെന്ന ഡൗൺ പേയ്മെൻറ്റ് കിട്ടിയെങ്കിൽ അടുത്തത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന്. അതാണ് അതിൻ്റെ കംപ്ലീറ്റ്നെസ്, അല്ലേ? എൻ്റെ ശരീരത്തെ വീണ്ടെടുത്തു. ഒരു ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കാത്തുകൊണ്ട്. അതിനായിട്ട് ഞാൻ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. കണ്ടോ, നമ്മൾ ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ടാണോ കാത്തിരിക്കുന്നത്? നമ്മൾ കാത്തിരിക്കുന്നത് വീണ്ടും വീണ്ടും. ഇന്നിപ്പോൾ എത്രയുണ്ട് ഷുഗർ? 420. എൻ്റെ അമ്മ, ഇത് എന്ത് H1N1 എന്തിന്? നമ്മളെല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുത്തി ശരീരത്തിൻ്റെ ഷുഗറിൻ്റെ ലെവലിനായി കാത്തിരിക്കുന്നു. മോളെ BP ഒന്ന് നോക്കണേ മമ്മിയുടെ. 160. ഇന്നലെ 150. ഇതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പം മനസ്സിലായോ? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ അജണ്ടയിൽ പോലും അതൊന്നുമില്ല. നമ്മൾ കാത്തിരിക്കുന്നതൊക്കെ എൻ്റെ ഇൻസുലിൻ എന്ന് നിർത്താൻ പറ്റുണ്ടാക്കട്ടെ. പണ്ട് സ്റ്റെൻറ്റ് ഇട്ടപ്പം 10 ഗുളിക, അതൊന്ന് എന്ന് 8 എണ്ണമെങ്കിലും ആക്കി കിട്ടാൻ പറ്റും. അതിനാണ് കാത്തിരിക്കുന്നത്. അടുത്ത റിവ്യൂവിന് മുമ്പ് ഡാക്ടർ കുറയ്ക്കാമെന്ന് പറഞ്ഞ്, അല്ലേ? ഗുളികയുടെ എണ്ണം കുറച്ച് കിട്ടാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഒരുത്തം വന്നുകൊണ്ട് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. കാര്യം മനസ്സിലായോ? ഞാൻ തമാശായിട്ടൊക്കെ പറയുന്നെങ്കിലും പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലണം പ്രിയപ്പെട്ടവരെ. രോഗസൗഖ്യം ദൈവം നമുക്ക് തരുന്നു, ഇതുവരെയും തന്നിട്ടുണ്ട്, ഇനിയും തരും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനേക്കാൾ എത്രയോ ഉന്നതമല്ലേ എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. അതിനുവേണ്ടിയല്ലേ ഞാൻ കാത്തിരിക്കേണ്ടത്. അടുത്തത്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അയ്യോ, അതേത് ബൈബിള്? ഞങ്ങൾ ഇത്രയും നാൾ വിചാരിച്ച വിശ്വാസത്താലല്ലോ നിങ്ങൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എന്താണ്? ആ ബൈബിൾ സൂക്ഷിക്കണം കേട്ടോ. കോട്ടയം ബൈബിളാണോ? ആണോ? ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് വിശ്വാസത്താലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടതെന്ന്. അത് തന്നെയാണ്. പക്ഷെ ഇവിടെ പൗലോസ് ഒന്ന് മാറ്റിപ്പിടിക്കുക. എന്താ? പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശ അല്ല. ഈ പ്രത്യാശ ചെന്ന് കാണാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതം കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. അപ്പം വിശ്വാസവും അങ്ങനെയാണെങ്കിൽ കാണാൻ പറ്റത്തില്ല. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, അതാണല്ലോ വിശ്വാസം. അപ്പം ഇവിടെ പറയുക, കാണുന്ന പ്രത്യാശയല്ല. അടുത്തത്, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? കേട്ടോ, കാണുന്നതിൻ്റെ കാര്യത്തിൽ എന്തിനാണ് പ്രത്യാശിക്കുന്നത്? നിങ്ങളുടെ ഭാര്യ കണ്ട് അടുത്തിരിക്കുന്നത് കാണുന്നു, ഇനി പ്രത്യാശിക്കണോ? എൻ്റെ ഭാര്യ, ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയെ കാണും. എന്തിന്? അടുത്തിരിക്കുകയല്ലേ, കണ്ടോ? കാണാത്തതിനെയാണ് പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കുന്നത്. അടുത്ത വാക്യം, നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കണ്ടോ, കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കണം. എൻ്റെ ചോദ്യം, നിങ്ങൾ എന്തിനായിട്ടാണ് പ്രത്യാശിച്ച് കാത്തിരിക്കുന്നത്?
എന്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്? ഇന്ന് ഈ സമയം നമുക്ക് ദൈവത്തോട് നമുക്കൊന്ന് പറയാം, കർത്താവേ, ലെറ്റ് പുട്ട് മൈ പ്രയോറിറ്റീസ് റൈറ്റ് ലോർഡ്. എനിക്ക് കർത്താവേ അങ്ങേ കാണണം കർത്താവേ. എൻ്റെ ശരീരത്തിന് വീണ്ടെടുപ്പ് അങ്ങേ കാണുമ്പോഴാണ്. അതിനായിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ഞരങ്ങുന്ന കർത്താവേ എന്നൊരു ഞരക്കം നമുക്കുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെയാണ് വി ഷുഡ് റെക്കഗ്നൈസ് ദി പ്രോഗ്രസീവ് നേച്ചർ ഓഫ് ഹീലിംഗ്. പഠിപ്പിക്കാനുള്ള വാക്കുകളൊന്നുമല്ല. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പടിപടിയായി ഘട്ടം ഘട്ടമായിട്ടാണ് ദൈവം നമുക്ക് ഹീലിംഗ് തരുന്നത്. പക്ഷേ ആ ഹീലിങ്ങിൽ നമ്മുടെ ഇനിഷ്യൽ ഫേസ് എന്തായിരുന്നു? ആദ്യം കിട്ടിയത് എന്തുവാ? ജസ്റ്റിഫിക്കേഷൻ. എനിക്കെന്ത് കിട്ടി? നീതീകരണം. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പം കൂട്ടത്തിൽ കിട്ടിയതാണ് നീതീകരണം, അല്ലേ? പക്ഷേ അതെന്താണ്? സ്പിരിച്വൽ ഹീലിംഗ്. എനിക്ക് ആദ്യം കിട്ടിയ നീതീകരണം എൻ്റെ ആത്മീക സൗഖ്യമാണ്. അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്തത് ദ ഫൈനൽ ഫേസ് ഈസ് ഗ്ലോറിഫിക്കേഷൻ. എനിക്കിൻ്റെ സൗഖ്യത്തിൻ്റെ അവസാനമുണ്ട്. അതെന്താ കിട്ടുന്നത്? എനിക്ക് തേജസ്കരണം. അല്ലെങ്കിൽ അതെവിടെയാണെന്ന് ചോദിച്ചാൽ മൈ ബോഡിലി റിസറക്ഷൻ, അല്ലേ? കാഹളം കേൾക്കുമ്പം ഞാൻ ക്രിസ്തുവിൽ മരിച്ച എൻ്റെ ആത്മാവ് കർത്താവിനോടൊപ്പം ചേരും, പക്ഷേ എൻ്റെ ശരീരം എവിടെയോ കൊണ്ട് കുഴിച്ചിട്ടു, പക്ഷേ അത് തേജസ്കരിക്കപ്പെട്ട ശരീരമായി ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് ചേരും. അപ്പം ഇവിടെയാണ് ശരിക്കും ഒരു ചെറിയ പ്രശ്നം. നമ്മൾ ചെയ്യുന്നത് ഡിമാൻഡിങ് ഓർ എക്സ്പെക്റ്റിംഗ് ദ കൺസ്യൂമേറ്റ് ഫുൾനെസ് ഓഫ് ദ ഫിസിക്കൽ ബ്ലെസ്സിങ് നൗ കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ സീരിയസ് മിസ്റ്റേക്ക്. ഇന്ന് ഒത്തിരി പേരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഈ ഫിസിക്കൽ ഹീലിംഗ് ആണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി മാത്രം ഞാൻ കാത്ത്, അതിനുവേണ്ടി പ്രാർത്ഥിച്ച്, അതിനുവേണ്ടി പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച്, അതിനുവേണ്ടി വാദിച്ച്, അതിനുവേണ്ടി തർക്കിച്ച്, അതിനുവേണ്ടി പറഞ്ഞ പോലെ ഉപവസിച്ച്, അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. പക്ഷേ ഓർക്കണം, എൻ്റെ ഹീലിംഗ് പ്രോഗ്രസീവായിട്ട് എനിക്ക് എൻ്റെ ആദ്യത്തെ ഗഡു, എൻ്റെ നേരത്തെ പറഞ്ഞത് ഡൗൺ പേയ്മെൻറ്റ് കിട്ടി, അല്ലേ? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചു. ഇനി അടുത്ത് എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പുണ്ട്, അത് അവസാനമേ ഉള്ളൂ. പക്ഷേ ഇതിനിടയ്ക്ക് നല്ലോണം ഓർക്കണം, ഞാൻ ഈ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഇവിടെ certain blessings are clearly reserved for the age to come. ചില അനുഗ്രഹങ്ങൾ അത് ഒരു സമയത്തെ ദൈവം അത് തരത്തുള്ളൂ. അത് എപ്പോഴാണ് തരുന്നതെന്ന് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലേക്ക് വരാം. റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 4, 21 അധ്യായത്തിൻ്റെ 4 വാക്യം ഒന്ന് വായിക്കാം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കണ്ടോ? അതിൻ്റെ അർത്ഥം ഇപ്പോഴെന്തുണ്ട്? കണ്ണീരുണ്ടോ? ഉണ്ടോ? ഇപ്പം നമുക്ക് കണ്ണീരുണ്ട് പ്രിയപ്പെട്ടവരെ. ഇപ്പം നിങ്ങളുടെ കണ്ണീര് വരുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്, കൊണ്ടൊന്ന് കാണിക്കണം കണ്ണീര്. അല്ലെങ്കിൽ വല്ലപ്പോഴും മറ്റേ ടിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഐ ഡ്രോപ്പ് ഉണ്ട്, അതൊന്നും ഇട്ടാലും കൊള്ളാം. കണ്ണിൽ ഇച്ചിരി നനവൊക്കെ നല്ലതാണ്. എന്നേക്കുമായിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് തുടയ്ക്കുന്നൊരു ദിവസമുണ്ട്. അതെന്നാന്നറിയാം? എൻ്റെ 1 വാക്യം വായിച്ചാൽ അറിയാം. അനന്തരം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഭൂമിയാണ്. ഇവിടെ കണ്ണീരുണ്ട് പ്രിയപ്പെട്ടവരെ. ഇനി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. അടുത്ത വാക്യത്തിൽ ഒരു പുതിയ യെരുശലേമും ഇറങ്ങി വരും, അല്ലേ? നമ്മളെല്ലാം കിടന്ന് ചാവാൻ നടക്കുന്നത്, ഈ കുത്തിച്ചാവാൻ നടക്കുക ഇപ്പോഴത്തെ യെരുശലേമിനെ വേണ്ടി. ഇപ്പോഴത്തെ യെരുശലേമിനെ അങ്ങ് വിടുന്ന്, അത് അവർ നോക്കിക്കോട്ടെ. ഇപ്പോഴത്തെ യെരുശലേമിനെ വിടും, നമുക്കൊരു പുതിയ യെരുശലേം വരുന്നു. അതാർക്ക് വേണം? അതല്ലേ നിങ്ങൾ പലരും അല്ലെങ്കിൽ പുതിയതോ? അതാര്? നെതന്യാഹു ആണോ കൊണ്ടുവരുന്നത്? ട്രംപ് ആണോ കൊണ്ടുവരുന്നത്? അവരാരും അല്ല കൊണ്ടുവരുന്നത്. വേദോക്തത്തിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ യെരുശലേം ഏതാണ്? എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. അടുത്ത വാക്യം, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത്, ഒരു മഹാശബ്ദം കേട്ടു. എന്താണ്? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അങ്ങനെ ഒരു കാലമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അടുത്തത്, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ മാറ്റപ്പെടാൻ പോകുന്നത്, അല്ലേ? പക്ഷെ ഇങ്ങനെ മാറ്റപ്പെട്ടിട്ടാണ് അടുത്ത വാക്യം, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കണ്ണീരെല്ലാം തുടച്ച് കളയുന്ന ഒരു ദിവസമുണ്ട്. അത് ഇന്നല്ല പ്രിയപ്പെട്ടവരെ. അന്നാണ് നമ്മുടെ രോഗങ്ങൾ പൂർണ്ണമായും മാറിപ്പോകുന്നത്. അതുവരെയും മാറാത്ത ചില രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും, അല്ലേ? അവിടെ നമ്മൾ മറക്കരുത്. ഇത് ദയവായി ഇത് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വഴക്കിന് വരരുത്. കാര്യം ഇനി
ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഹോൾനെസ് എന്ന് പറയുന്നത്, നമ്മുടെ ഹീലിംഗ് എന്ന് പറഞ്ഞത് അത് ഹോൾസം ആണെങ്കിൽ അത് ആദ്യം ആത്മീക സൗഖ്യം, സ്പിരിച്വൽ ഹീലിംഗ്. ഞാൻ ഈ പറയുന്ന കുറിക്കുന്നവരെ കുറിച്ച് ആദ്യത്തെ ഹീലിംഗ് നമുക്ക് വേണ്ടത് സ്പിരിച്വൽ ഹീലിംഗാണ്, ആത്മീയ സൗഖ്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഫൊർഗീവ്നെസ്, എന്താണ്? പാപക്ഷമ. അടുത്തത് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. അടുത്തതൊരു റിന്യൂവൽ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കുന്നൊരു അനുഭവം അല്ലേ. അപ്പോൾ ഇവിടെ ഈ സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറഞ്ഞാണ് ഇറ്റ്സ് ദ ഡീപ്പസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഹീലിംഗ് ഓഫേർഡ് ബൈ ഗോഡ്. എൻ്റെ ചോദ്യം, ആ സൗഖ്യം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? ആ സൗഖ്യം പ്രാപിക്കാതെ നമുക്ക് സഭയിൽ ഇരിക്കാൻ പ്രിയപ്പെട്ടവരെ, തുറന്നു പറയാം, വിഷമിക്കരുത്. ആ സൗഖ്യം പ്രാപിക്കാതെ വെള്ളത്തിൽ പോയി മുങ്ങി ഞാൻ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരുവത്താഴത്തിന് മുന്നേ വരാം. ആ സൗഖ്യം കിട്ടിയെന്ന് വിചാരിച്ച് ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരാം. നമ്മളെ തന്നെ ചതിക്കുക. അങ്ങനെ ആ ആത്മീയ സൗഖ്യം നമ്മൾ പ്രാപിക്കാതിരുന്നാൽ നമ്മളെ തന്നെ വഞ്ചിക്കുക പ്രിയപ്പെട്ടവരെ. ആ സൗഖ്യം കിട്ടിയതിൻ്റെ ലക്ഷണങ്ങൾ എന്താ? എനിക്ക് ആ കർത്താവുമായിട്ടൊരു ബന്ധം ഉണ്ടാവും, ആ കർത്താവിനോടൊരു സ്നേഹം ഉണ്ടാവും. ആ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു അത് കവിയാൻ തുടങ്ങും. അത് കവിയുമ്പം ആ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ കഴിയാത്തവരെ ഞാൻ സ്നേഹിക്കും. ആ കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ ആ കർത്താവിൻ്റെ സാക്ഷിയാവും, ആ കർത്താവിനെക്കുറിച്ച് പറയും. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉണങ്ങിയ പാവിയായിട്ട് വെള്ളത്തിൽ ഇറങ്ങി നനഞ്ഞ പാവിയായിട്ട് കയറി വന്നു. നനഞ്ഞ പാവികളൊക്കെ ഒന്ന് കൈപോക്കിക്കേ. ഇനി ഒന്നുകൂടെ കൊണ്ട് നനയ്ക്കാൻ വയ്യ, ദയവായി എന്തിന് നനഞ്ഞു എന്നൊന്ന് ഓർത്തോണം. സ്പിരിച്വൽ ഹീലിംഗ് ഈസ് ദ ഡീപ്പസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഹീലിംഗ്. അപ്പം ഈ ഹീലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിനോണിമസ് വിത്ത് എന്താണ്? സാൽവേഷൻ അല്ലേ? രക്ഷയുടെ കൂടെ കിട്ടിയതാണ് ഈ സൗഖ്യം. എന്താണ്? ഡെലിവറൻസ് ഫ്രം സിൻ ആൻഡ് ഡെത്ത്. ആത്മീയ മരണത്തിൽ നിന്നുള്ള വിടുതലും പാപത്തിൽ നിന്നുള്ളൊരു വിടുതലുമാണ് നമുക്കൊന്ന് കിട്ടിയത് അല്ലേ. അപ്പം ഇവിടെ ഈ സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുമ്പം അതൊരു ജുഡീഷ്യൽ പദമാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവം എൻ്റെ മേലൊരു ഡെത്ത് സെൻറ്റൻസ് വെച്ചിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. എന്താണ്? മരണശിക്ഷ. പക്ഷേ അത് ലിഫ്റ്റ് ചെയ്തു. എങ്ങനെ? എനിക്ക് പകരമായ ഒരാൾ മരിച്ചു. അതാരായിരുന്നു? തൻ്റെ പുത്രൻ യേശുക്രിസ്തു അല്ലേ. എൻ്റെ സ്ഥാനത്ത് എൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് താനങ്ങ് മരിച്ചു. അതുകൊണ്ട് ഇന്ന് 2000 കൊല്ലം കഴിഞ്ഞ് ജീവിക്കുന്ന ഞാൻ, ആ യേശു അന്ന് മരിച്ച മരണം എൻ്റെ മരണമായിരുന്നു എന്ന് ഞാനങ്ങ് വിശ്വസിച്ച് ഏറ്റെടുത്തു. ആ മരണത്തിൽ ഞാൻ വിശ്വസിച്ചു. ആ മരണത്തോട് ഏകീഭവിച്ചാണ് ഞാൻ പോയി വെള്ളത്തിലിറങ്ങി പൊങ്ങി സ്നാനപ്പെട്ടു വരുന്നത്. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഇത് നമ്മൾ മറക്കരുത്. പക്ഷെ അവിടെ 103-ാം സങ്കീർത്തനം ശ്രദ്ധിച്ചോ? അവൻ എൻ്റെ പാപമെല്ലാം ക്ഷമിക്കുന്നു, എൻ്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ പോലെ ആ രക്ഷ, സാൽവേഷനിൽ എന്തും കൂടെയുണ്ട്. എൻ്റെ പാപക്ഷമയുമുണ്ട്, എൻ്റെ രോഗസൗഖ്യവുമുണ്ട്. ഇത് നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവൻ. അപ്പോൾ ഒന്നാമത്തെ ഹീലിംഗ് സ്പിരിച്വൽ ഹീലിംഗ്. രണ്ടാമത്തെ ഹീലിംഗ് ദാറ്റ്സ് ഇന്നർ ആൻഡ് ഇമോഷണൽ ഹീലിംഗ്. ഇതൊത്തിരി പേരൊന്നും പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ ആന്തരിക സൗഖ്യം അല്ലെങ്കിൽ എൻ്റെ ഇമോഷണൽ ഹീലിംഗ്, എൻ്റെ വികാരങ്ങളും അല്ല. ഞാനൊരു വികാരജീവിയും കൂടെയാണ്. നമ്മളെല്ലാവരും ആത്മാവുണ്ടെങ്കിലും എനിക്ക് വികാരങ്ങളുണ്ട്, എനിക്കൊരു മനസ്സുണ്ട്, എനിക്കൊരു ബുദ്ധിയുണ്ട്, എനിക്കൊരു വിൽ പവറുണ്ട് അല്ലേ. ഇതെല്ലാം കൂടെ ചേർന്ന് എൻ്റെ ദേഹി എന്ന് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ ചില മുറിവുകളുമായിട്ടും ചില വേദനകളുമായിട്ട് വർഷങ്ങളായിട്ട് നടക്കും. ഇതും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സോസോയിൽ ഈ ഇമോഷണൽ ഹീലിങ്ങും ഇന്നർ ഹീലിങ്ങും അടങ്ങിയിരിക്കുന്നു പ്രിയപ്പെട്ടവർ. ബൈബിൾ തന്നെ പറയുന്നുണ്ട് ചില വൂണ്ടഡ് ഇമോഷൻസ്. എനിക്ക് ചില മുറിവേറ്റ വികാരങ്ങളുണ്ട്. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ അതിനാണ് ഇന്നർ ഹീലിംഗ് വരേണ്ടത്. സമയക്കുറവുകൊണ്ട് ഞാൻ ഓടിച്ചു പറയുകയാണ്. അതിനൊറ്റ വഴിയുള്ളൂ. നിങ്ങൾ ചിന്തിക്കും, അതിന് പറ്റിയ ഒരു കൗൺസിലർ ആരുണ്ട്, ഒരു സൈക്കോളജിസ്റ്റ് ആരുണ്ട്, സൈക്കോതെറാപ്പിസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു ആന്തരിക സൗഖ്യം തരുന്ന ആരെങ്കിലും ഒരു അഭിഷിക്തനുണ്ടോ? ഒരു അഭിഷിക്തൻ്റെയും പുറകെ പോകണ്ട. വേദോസം കയ്യിരിപ്പുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് എഫേസ് ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യം ഒന്ന് വായിച്ച്. സിമ്പിൾ മരുന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എഫേസ് ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഇത്രയേ ഉള്ളായിരുന്നു. വെറുതെ കൊണ്ട് പൈസ കൊടുക്കണ്ട. ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പാസ്റ്ററോടും ചോദിക്കണം, ഏതാ ഒരു നല്ല ഇന്നർ ഹീലിംഗ് സ്പെഷ്യലിസ്റ്റ്. ഒരു ഇന്നർ ഹീലിംഗ് സ്പെഷ്യലിസ്റ്റിൻ്റെ കൂടെയും പോകണ്ട.
എനിക്കറിയാവുന്ന എത്രയോ പേര് വണ്ടി പിടിച്ച് എവിടെയൊക്കെ പോയിരിക്കുന്നതെന്നറിയാം. എൻ്റെ തന്നെ ചില നല്ല ഫ്രണ്ട്സ്, ചില പാസ്റ്റേഴ്സ് ഉണ്ട്, അവർ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളാണ്. പക്ഷേ ഒരു സത്യം പറയാം, ഇവരുടെ അടുത്ത് എല്ലാം ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, പഴയ പോലെ തന്നെ ആൾക്കാർ ഇവിടെ വന്നിരിപ്പുണ്ട്. അത് അവരുടെ കുഴപ്പമല്ല പ്രിയപ്പെട്ടവരെ, അല്ലേ? ചിലരൊക്കെ വണ്ടി പിടിച്ച് എവിടം വരെയൊക്കെയാണ് പോകുന്നതെന്ന് അറിയാം. ഒരാഴ്ചത്തെ ഒരു ഇന്നർ ഹീലിംഗ്, ഓക്കെ, അതൊക്കെ സ്തോത്രം. പക്ഷേ അതൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ പോയി പഠിക്കാം, കാര്യമൊക്കെ ശരി, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് പഴയ അവസ്ഥ തന്നെയാണ്, അല്ലേ? ഇന്ന് ഇതിനൊക്കെ നമ്മൾ നല്ല പേരുകൾ ഇട്ടിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ഇന്നർ ഹീലിംഗ് വേണ്ടുന്ന അവസ്ഥകളെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞ പേരിൽ ബൈപോളാർ ഉള്ള വല്ലവരും ഉണ്ടോ അവിടെ? ഓക്കെ, മാനിക് ഡിപ്രസീവ്. അടുത്തത് DID, ആർക്കെങ്കിലും അറിയാമോ? DID, ഡിഡല്ല, ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ, കേട്ടിട്ടുണ്ടോ? അടുത്തത് ഓൾട്ടർനേറ്റ് പേഴ്സണാലിറ്റീസ്, ഒരേ സമയം ഇപ്പോൾ ഇരിക്കുമ്പം മാലാഹ. അപ്പം നിങ്ങളെ കണ്ട സത്യം, പ്രത്യേകിച്ച് ആ തലയാ തുണിയൊക്കെ ഇങ്ങനെ ഇട്ട്, അതാ വെള്ള തുണി, എവിടെ നിന്ന് വാങ്ങിച്ച് ഈ ഷാള്, എന്തോന്ന് പറഞ്ഞ്, സ്കാർഫ്, അയ്യോ ഇതൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടാ ഇവരോട് ചോദിക്കണം. ഉച്ച കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പം, അല്ലേ, ചോറ് വിളമ്പാൻ ഇച്ചിരി അല്ലെങ്കിൽ ചൂടാക്കാൻ ഇച്ചിരി താമസമായേക്കണുണ്ട്. ഇവിടെ ഇരിക്കുന്ന മലാഹമാരെല്ലാം കൂടെ എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന മലാഹമാരുമായിട്ട് വഴക്കാവും. 2 പേഴ്സണാലിറ്റി, അല്ലേ? ഓൾട്ടർനേറ്റ് പേഴ്സണാലിറ്റീസ്. അത് MPD, ഇവിടത്തേക്ക് എത്ര സൈക്കോളജിസ്റ്റ് ഉണ്ട് ഇവിടെ? പറഞ്ഞേ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അടുത്തത് PTSD, കേട്ടിട്ടുണ്ടോ എന്ന് വരെ ഞാനും ഇന്നാണ് കേട്ടത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ചില കട്ടിക്കാണത് പേര്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. എനിക്കൊരു ട്രോമ ഉണ്ടായി, അതിൽ നിന്നൊരു എന്തുണ്ടായി? സ്ട്രെസ് ഉണ്ടായി. ആ സ്ട്രെസ്സ് കാരണം നിങ്ങൾക്കൊരു ഡിസോർഡർ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വൈദ്യശാസ്ത്രം പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? പാവം പൗലോസ് 2000 കൊല്ലുമ്പോൾ ഒന്ന് ക്ഷമിക്കുമോ? അന്യോന്യം ഒന്ന് ദയയും മനസ്സിലും ഉള്ളവരായിരിക്കുമോ? എങ്കിൽ ഈ പ്രശ്നമെല്ലാം തീരും, അല്ലേ? ഇന്ന് ഈ ഇന്നർ ഹീലിങ്ങിന് ആവശ്യം വരാൻ കാര്യം, മെനി ആർ അബാൻഡൻഡ്. എന്താണ്? തിരസ്കരിക്കപ്പെട്ടവരാണ്, അങ്ങ് ഒഴിവാക്കി കളഞ്ഞു. നിങ്ങൾ സത്യം പറഞ്ഞ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് ആ കുഞ്ഞ് വേണ്ടാന്ന് മനസ്സിൽ ചിന്തിക്കുമ്പം ആ ഇമ്പൾസ് ആ കുഞ്ഞിന് കിട്ടും. ഭർത്താവ് പറയാം, നമുക്കൊന്ന് പോയി ഡോക്ടറെ കണ്ടാലോ? ശരി, അത് കുഞ്ഞ് കേട്ടു. നിങ്ങളിപ്പം ഡോക്ടറെ പോയി കണ്ടെന്നിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തും ചെയ്യാതെ ഇരിക്കും, എന്തായാലും കുഞ്ഞ് പുറത്ത് വന്നു. ഇപ്പോൾ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണും ചിലപ്പം. പക്ഷേ ആ കുഞ്ഞ് പുറത്ത് വന്നപ്പോൾ അതിൻ്റെ സെൻസ് ഓഫ് ഫീലിംഗ് എന്താണെന്നറിയാമോ? ഐ ആം എൻ അബാൻഡൻ ചൈൽഡ്. ഞാനൊരു അധികപ്പറ്റായിട്ട് അൺവാണ്ടഡായിട്ടാണ് വന്നത്. ഞാൻ ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അമ്മ സന്തോഷിക്കുകയല്ല ചെയ്തത്. എൻ്റെ അമ്മ എൻ്റെ അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ ഓടം പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടു. ഒരു പിണ്ടമായിട്ട് അകത്ത് കിടന്നപ്പോഴും ആ കുഞ്ഞത് കേട്ടു. ആ കുഞ്ഞ് ജനിക്കുമ്പം തന്നെ ഈ ഒരു ഡിസോർഡറാണ് ജനിക്കുന്നത്. ഞാൻ ആരെയും സങ്കടപ്പെടുത്താൻ പറയുകയല്ല, കുറ്റപ്പെടുത്താനും പറയുകയല്ല. ഇതിനകത്തൊക്കെ ചില സത്യം ഉണ്ട് പ്രിയപ്പെട്ടവരെ. അടുത്തത് റിജക്ഷൻ, അല്ലേ? എല്ലാവരും തിരസ്കരിക്കപ്പെട്ടു. എൻ്റെ നിറം ഇങ്ങനെ ആയിരുന്നു, എന്നെ ആർക്കും വേണ്ട. എനിക്ക് വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ ആർക്കും വേണ്ട. എൻ്റെ വീട്ടിൽ ബാക്കി എൻ്റെ ചേച്ചി നന്നായിട്ട് പഠിക്കും, എല്ലാവരും അവളെ, എന്നെ മാത്രം ആരും നോക്കിയില്ല. എന്തെന്ത് റിജക്റ്റഡ് ഫീലിങ്സ് ഉണ്ടെന്നറിയാം. അടുത്തത് ബിട്രയൽ. പ്രത്യേകിച്ച് ഭാര്യാഭർത്ത ബന്ധങ്ങളിലൊക്കെ അന്യോന്യം ബിട്രേ ചെയ്യും, അല്ലേ? അത് വലിയൊരു വേദനയായിട്ട് എടുക്കും. ഷെയിം, അയ്യോ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു പ്രയാസം, അതെങ്ങനെ ഞാൻ ഇനി മനുഷ്യനെ നോക്കും? കുറ്റബോധം, ഗിൽറ്റ്, ഇതെല്ലാം ആന്തരികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ പള്ളി വരും പോവും. നമ്മളും ക്രിസ്ത്യാനിയാണ്, വിശ്വാസിയാണ്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വിശ്വാസിയാണെന്നൊക്കെ നമ്മൾ അഭിമാനിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനുള്ള സൗഖ്യവും ആ സോസോ എന്നുള്ള പാക്കേജിലുണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലേ? അപ്പോൾ ഇവിടെയാണ് മെൻ്റലി സ്പീക്കിംഗ് എന്താണ്? ഫോർഗിവ്നെസ് ലീഡ്സ് ടു സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയണമെങ്കിൽ അതിന് ഏത് മരുന്നാണ് കഴിക്കേണ്ടത്? ആൻറ്റി ഡിപ്രസൻസോ? അല്ല. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഈ ഫാർമസി ചെന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള മരുന്നുകൾ ഏതാണെന്നറിയാം? ഷുഗറിൻ്റെ അല്ല, പ്രഷറിൻ്റെ അല്ല, ഒന്നുമല്ല, ആൻറ്റി ഡിപ്രസൻസാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള ഉറക്ക ഗുളികളാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, അതിൻ്റെ മാർക്കറ്റിന് എന്നും ഒരു കുറവുമില്ല. കാര്യം ഇഷ്ടം പോലെ രോഗികൾ ആ വിഷയത്തിൽ ഉണ്ട്. അപ്പം അവിടെയാണ് ഇറ്റ് പ്രൊമോട്ട്സ് വെൽബീയിങ്. എനിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു നല്ല മാറ്റം എൻ്റെ ഉള്ളിൽ വരുന്നു. പക്ഷെ അവിടെയാണ്
ഈ അൺഫോർഗീവ്നെസ് എന്ന് പറയുമ്പം അത് ദൈവത്തോടും എനിക്കും തമ്മിലും വ്യക്തികൾ തമ്മിലും എല്ലാം എൻ്റെ ബന്ധങ്ങളെ അത് വല്ലാണ്ട് ബാധിക്കുന്നു എന്നുള്ള ഓർക്കണം. അപ്പം ഒന്നാമത്തത് സ്പിരിച്വൽ ഹീലിംഗ്, രണ്ടാമത്തത് ഇമോഷണൽ ഹീലിംഗ്, മൂന്നാമത്തെ ഒരു ഹീലിംഗ് ഉണ്ട്. അതിന് വേറൊരു പേരിട്ടാണ് വിളിക്കുന്നത്. എന്താണ്? നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും. ഡെലിവറൻസ്. എന്താണ്? വിടുതൽ ഉണ്ടോ? ഡെലിവറൻസ് കേട്ടപ്പോഴത്തേക്ക് നിങ്ങൾക്കൊന്ന് ഞെട്ടിയിരുന്നു. കാര്യം അത് പറ. കാര്യം ആരോ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? എൻ്റെ വീട്ടിലൊരു വിടുതലിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? എല്ലാവരും വിടുതൽ തപ്പി നടക്കുക. ഈ വിടുതൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് സിംപ്ലി മീൻസ് ഫ്രീഡം ഫ്രം സ്പിരിച്വൽ ഒപ്രഷൻ. എന്താണ്? ആത്മീയമായിട്ടൊരു ഒപ്രഷൻ. ഒപ്രഷൻ എന്നുള്ളതിനൊരു നല്ല മലയാളം വാക്ക് ശരിക്കും പറഞ്ഞാൽ ഡിക്ഷണറി തപ്പിയാൽ കിട്ടത്തില്ല. അതിനകത്ത് എന്തോ ചില വാക്കെന്താ പറയുക? പീഡനം, ആത്മീയ പീഡനം. അടുത്തത് അടിച്ചമർത്തൽ, അടുത്തത് ബുദ്ധിമുട്ടിക്കൽ, അടുത്തത് ഞെരുക്കൽ. ശരിയാ, ഇതൊക്കെ ചേരുമ്പോഴാണ് ഒപ്രഷൻ. ചിലപ്പോഴെങ്കിലും നമുക്കൊരു സ്പിരിച്വൽ ഒപ്രഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതിനൊറ്റ പണിയേ ഉള്ളൂ, യു നീഡ് ടു ബി ഡെലിവേർഡ് ഔട്ട് ഓഫ് ഇറ്റ്. എന്താണ്? അതിൽ നിന്നൊരു വിടുതലാണ് നമുക്ക് ആവശ്യം. ആ വിടുതൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പീഡിപ്പിച്ച് ഞെരുക്കി ഇങ്ങനെ അടിച്ചമർത്തി വെക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ പിശാച് തന്നെയാണ് അല്ലേ? പിശാചിന് എവിടെയോ നമ്മൾ ഇടം കൊടുത്തു. അല്ലാതെ എവിടെയെങ്കിലും ചെന്ന് പ്രസാദം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും ഓതിയിട്ടതുകൊണ്ടോ ഒന്നുമല്ല. അത് നമ്മൾ തന്നെ എവിടെയോ പിശാചിന് ഇടം കൊടുത്തു. ഇതൊന്ന് പഠിക്കണം. നിങ്ങളുടൻ പെട്ടെന്ന് പറയും, അത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് നോക്കിയാൽ ഞങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു, അതിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പം തീർച്ചയായിട്ടും അതിലെന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് കാണും. ഒന്നും കാണത്തില്ല, നിങ്ങളെ തുറന്നു കൊടുത്ത് കയറ്റിയതാണ്. ആ വാതിലങ്ങ് അടച്ച സംഭവം ശരിയാവും അല്ലേ? പിശാചിന് ഇടം കൊടുക്കുന്ന ഏതെങ്കിലും വാതിൽ നമ്മൾ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് അടച്ചേക്കണം അല്ലേ? പിന്നെ എവിടെയൊക്കെ നമ്മൾ ഇടം കൊടുത്തോ ആദ്യം നമ്മൾ കർത്താവിനോട് എന്ത് ചെയ്തേക്കണം? ഏറ്റു പറഞ്ഞ് അത് ഉപേക്ഷിച്ചേക്കണം. റിനൗൺസ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. സിംപ്ലി യു ആർ ഫ്രീ. അല്ലാതെ അത് വെറുതെ നമ്മൾ കൊണ്ടു കിടക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ നമ്മൾ ഓർക്കണം, ഈ പ്രെയർ ഫോർ ഹീലിംഗ്, നമുക്കൊരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സൗഖ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം അല്ലേ? പക്ഷേ ഡെലിവറൻസ് എന്താണെന്നറിയാമോ? ഇറ്റ്സ് എ കമാൻഡ് ഗിവൻ ഡയറക്ട്ലി ടു ദ ഡീമൻ ഇൻ ദ നെയിം ആൻഡ് അതോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു പിശാച് ബാധിച്ച ഒരു വ്യക്തിയെ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെന്ന് പ്രാർത്ഥിക്കുകയല്ല വേണ്ടിയത്. എന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമത്തിൽ ആ പിശാചിനെ വിട്ടുപോകാൻ കൽപ്പിക്കണം. കമാൻഡ്. രോഗത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പിശാചാണെങ്കിലോ ശാസിക്കണം. നമ്മുടെ പ്രശ്നം എന്താ? ആരെങ്കിലും രോഗിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് എല്ലാവരും കൂടെ തുടങ്ങി അങ്ങ് ശാസിക്കാൻ തുടങ്ങും. പിശാചാണെങ്കിലോ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ പേടി, ശാസിക്കാൻ പേടി അല്ലേ? ഞാനൊരു കാര്യം പറയാൻ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ലൂക്കോസ് 10:17 70 പേരെ അയച്ചു. അവർ 70 പേരും തിരിച്ചു വന്ന് എന്താ പറഞ്ഞത്? ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ദൈവം കർത്താവ് ചോദിച്ചു, അതെന്താ അതിശയം? നിങ്ങൾക്ക് തന്ന അധികാരത്തിൽ അതുണ്ട് അല്ലേ? നിങ്ങൾക്ക് തന്ന ശക്തിയിൽ അതും ഉണ്ട്. ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. കണ്ടോ, അതാണ് കാര്യം. കർത്താവ് നമുക്ക് ശക്തിയും തന്നിട്ടുണ്ട്, അധികാരവും തന്നിട്ടുണ്ട്. ഈ ശക്തി അധികാരവും നമുക്കുണ്ടെങ്കിൽ പിശാചുക്കൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? നമ്മളെ കണ്ടാൽ ഈ പറഞ്ഞ പോലെ ഒന്ന് ആടുമ്പോൾ എന്ത് ചെയ്യണം? ആവശ്യമില്ലാത്ത ഡയലോഗും ഷൗട്ടിങ്ങും ഷോമാൻഷിപ്പും ഒന്നും വേണ്ട. ഓൺലി ജസ്റ്റ് കമാൻഡ് ടു ലീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ രാവിലത്തെ സർവീസിൽ പറഞ്ഞു, അത് പിന്നെ ആരോ ഒന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. വേറൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ 2 സഹോദരിമാർ പണ്ട് പ്രാർത്ഥിക്കാൻ വരും. വെള്ള സാരി, വെള്ള ബ്ലൗസ്, വെള്ള സ്കാർഫ്, വെള്ള ചെരുപ്പ്, വെള്ള ബാഗ്, വെള്ള പേഴ്സ്. അപ്പം എൻ്റെ അമ്മ പാവം, ചെറിയ വീക്ക്നെസ് ആയിരുന്നു ഇവർ വരുമ്പം. ഇവർക്ക് നല്ലോണം അറിയാൻ തന്നെ. എൻ്റെ അമ്മ എപ്പോഴും രോഗിയായിട്ടൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോഴേ അവർ വരുന്നത്. ആൻറ്റി എന്തുണ്ടോ? പ്രാർത്ഥിക്കാം. ശരി, സമയം ഒരു പായങ്ങട്. അവിടെ ഞാൻ പായൊക്കെ എടുത്ത് കൊണ്ടിട്ട് കൊടുത്ത് ഇവർ 2 പേരും കൂടെ ഒരു പ്രാർത്ഥനയുണ്ട്. അതൊരു 1.5 പ്രാർത്ഥനയാണ്. അവസാനം ഈ പ്രാർത്ഥിച്ചെന്താണ്? വീട്ടിലെ അന്ധകാര ശക്തികളെയൊക്കെ എന്ത് ചെയ്യാണ്? ശാസിക്കുകയാണ്. അപ്പോൾ ഈ ശാസിച്ച് 2 പേരും കൂടി ഇങ്ങനെ നല്ലൊരു ടോണുണ്ട് അവർക്ക്. അതിങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ കയറി അവസാനം ആ ഫൽസിക്കുന്നൊരു ടോണുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും ഇപ്പം. അപ്പോൾ ഞാനിങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ എന്നിട്ട് 2 പേരും കൂടെ ഒരുപോലെ ഫൽസിക്കുന്നു എന്ന് പറയും.
അപ്പോൾ എൻ്റെ പരിപാടി ഇതിങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ നോക്കി ആ കറക്റ്റ്, ചിലപ്പം ഒരു സെക്കൻഡിൻ്റെ മിസ്സിങ് അങ്ങോട്ടും ഇങ്ങോട്ട് വരും, ഒരുപോലെ അല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇത് നോക്കിയാറ് ഇന്ന് പോകാൻ വഴിയില്ല. കാര്യം എന്താണ്? ഇന്നത്തെ ഈ രണ്ട് ഭായ്ക്കും ഇടയിലൊരു അരക്കാൽ സെക്കൻഡ് ഒരു ഗ്യാപ്പ് വന്നു. അപ്പം എൻ്റെ കുഞ്ഞു മനസ്സിൽ അന്ന് വിചാരിച്ചത് ഈ പിശാച് പോകുന്നത് എങ്ങനെയാണ്, വേണേ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ എൻ്റെ കുഞ്ഞുനാൾ ഞാൻ വിചാരിച്ചു ഈ ഭായുടെ ടോണിലാണ്, അല്ലെങ്കിൽ എത്രയും ശബ്ദം കൂട്ടി ഭാ പറഞ്ഞാൽ ഫൽസിക്കുന്നു എന്നുള്ള, ആ ഫൽസിക്കുന്നതിൻ്റെ ഭായാണ് അല്ലേ. പിന്നെയാണ് പഠിക്കുന്നത്, ദൈവമേ നമ്മുടെ ശബ്ദത്തിൻ്റെ വോയിസിലല്ല, ഈ നമ്മുടെ ഭാ കൊണ്ട് ഇതിൻ്റെ ഡയഫ്രം അടിച്ച് പോകുന്നല്ലാതെ വേറെ ഗുണമൊന്നുമില്ല, ഒരു പിശാചും പോത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും നമ്മൾ പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കണം. അകത്ത് കയറ്റിപ്പോയതിന് ദൈവത്തോട് ക്ഷമ പറഞ്ഞ് അല്ലേ, അത് പറഞ്ഞ് ഉപേക്ഷിച്ചേക്കണം. അത്രയേ ഉള്ളൂ. അത് പറയുമ്പം നമുക്ക് സൗഖ്യം വരും. അടുത്തത്, ജീവിതത്തിൽ നമ്മൾ അന്യോന്യം ക്ഷമിച്ചേക്കണം. ദൈവം മനസ്സരിവുള്ളവരായി നമ്മൾ പെരുമാറി മുന്നോട്ട് പൊയ്ക്കോണം പ്രിയപ്പെട്ടവരെ. അപ്പം ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഇഫ് യു ഗോ ടു ദ റൂട്ട് ഓഫ് സ്പിരിച്വൽ ഒപ്രഷൻ അല്ലേ, അവിടെ നമുക്ക് വി ഷുഡ് ഓപ്പറേറ്റ് ഇൻ ക്രൈസ്റ്റ് ഡെലിഗേറ്റഡ് അതോറിറ്റി. കർത്താവ് നമുക്ക് തന്ന അധികാരത്തിൽ നമ്മൾ ചെന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോ എന്ന് പറയാനുള്ള ശക്തിയാണ്. ഞാനൊരിക്കൽ ചെന്നൈയിൽ, ഞാനത് പറയണ്ടെന്ന് വിചാരിച്ച, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്നൈയിൽ വൈവാമി, ഞാൻ 92 ഞാനന്ന് ചെന്നൈയിൽ NLEG ചർച്ചിൽ രാവിലെ ആരാധനയ്ക്ക് പോയിട്ട്, മലയാളം തമിഴ് സർവീസിന് പോയിട്ട്, ഞാൻ പിന്നെ അവസാന പാസ്റ്റർ മോഹൻ്റെ ഫ്ലാറ്റിലോട്ട് കൂടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ചോറും ഒക്കെ ഉണ്ട്, അവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. 4 മണിക്ക് ചായയും കുടിച്ചിട്ടാണ് ഞാൻ പിന്നെ തിരിച്ച് പോകുന്നത് ബേസിലോട്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചായ കുടിച്ചു, ഞാനും പാസ്റ്റർ മോഹനും എൻ്റെ വൈഫും, ഞങ്ങൾ 3 പേരും കൂടെ ആ ഡൈനിങ് ടേബിളിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം കോളിംഗ് ബെല്ലടിച്ചു. ആ പുള്ളിക്കാരത്ത് പോയി കഥ തുറന്നു. ഒരു നല്ലൊരു ഭാര്യയും ഭർത്താവും, ചില പണക്കാരാണ്, നല്ല വെൽ ഡ്രസ്ഡ്, ഒരു പാസ്റ്റർ ഇല്ലേ, ഇരിക്കാൻ പറഞ്ഞാൽ അവരവിടെ ഇരുത്തിയിട്ട് പുള്ളിക്കാരത്തി വന്നിട്ട് പറഞ്ഞ്, ആരോ ഒരു ഭാര്യയും ഭർത്താവും കാണാം, അവർ ചർച്ചയിൽ വരുന്നവരാണെന്ന് പറഞ്ഞു, ഇപ്പം പുതിയതായിട്ട് വരുന്നവരാ. പുള്ളി പറഞ്ഞു ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഞാൻ അവിടെ തന്നെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുക ചായം കുടിച്ചുകൊണ്ട്. ഇദ്ദേഹം പോയി, എന്താ കാര്യം? അപ്പോൾ അവർ പെട്ടെന്ന് കാര്യം പറഞ്ഞു, എൻ്റെ ഭാര്യ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് കുറച്ചാളെ ആയാലും ഈ ചർച്ച വരാൻ തുടങ്ങിയിട്ട്, എൻ്റെ ഭാര്യയ്ക്കൊരു ഭൂതോദ്രവമുണ്ട്, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണല്ലോ? ആണ്. ഓക്കെ. അദ്ദേഹം അത്തോട്ടൊന്ന് ഭാര്യ എടുത്ത് പറഞ്ഞ് ഒന്ന് വന്നേ. അവർ കൂടെ ചെന്നു. അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, സഹോദരി എന്താ പേര്? 2 വാക്ക് അവരോടെന്തോ പറഞ്ഞു. ശരി, പ്രാർത്ഥിക്കാം. 2 പേരും അങ്ങ് മുട്ടുമേ നിന്ന്, ഈ ഭാര്യയും ഭർത്താവും മുട്ടുമേ നിന്ന് ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങാനും, ഈ പുള്ളിക്കാരത്തി പെട്ടെന്ന്, നല്ല ഡീസൻ്റ് ഒരു സ്ത്രീയാണ്, പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങിയതും പട്ടി ഓളിയിടുന്ന പോലൊരു ശബ്ദം ഉണ്ടാക്കി. പട്ടി അറിയാമല്ലോ, രാത്രിയൊക്കെ കിടന്നുകൊണ്ടിങ്ങനെ ഒരു ഓളിയിടും, എന്താണ് പറയും, ഏതെങ്കിലും, ശരി, കാര്യം പിടികിട്ടില്ല, അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാനും എഴുന്നേറ്റ് പോയി, ഇത് ആരോട്ട് പട്ടിയെ കൊണ്ടുവന്നു. നോക്കിയപ്പോൾ ഈ സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് വളരെ എന്നെ ടച്ച് ചെയ്ത കാര്യം, ആ ദേവദാസൻ എന്തായെന്നറിയാമോ, പെട്ടെന്ന് അധികാരത്തോടെ കണ്ണോട് അടുത്തോടെ, സ്റ്റോപ്പ് ഇറ്റ്, ഒരു പ്രകടനവും വേണ്ട, ഒരു ശബ്ദം ഉണ്ടാക്കരുത്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുക, വിട്ടുപോ. ഇത്രയും ശബ്ദം പോലും ഇല്ലായിരുന്നു കേട്ടോ, വളരെ ജെന്റിലായിട്ടാണ് പറഞ്ഞത്, വിട്ടുപോ. പക്ഷേ ആ പറഞ്ഞതിനകത്തൊരു ഫേംനെസ് ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ, നീ ഒന്നും ഇവിടെ കാണിക്കരുത്, ഒന്നും പറയരുത്, ഒരു ശബ്ദം ഉണ്ടാക്കരുത്, ഒരു മാനിഫെസ്റ്റേഷനും വേണ്ട. വി ഡോണ്ട് വോണ്ട് ടു സീ എനി ഓഫ് യുവർ മാനിഫെസ്റ്റേഷൻ, ലീവ്. ഇവരെടുത്തടിച്ച പോലെ അവിടെ വീണ് അത് പോയി. അപ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു, കുടിച്ചു, പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു, ഒരു മടക്കം കൊടുത്തു, സന്തോഷമായിട്ട് പോയി. ഞാൻ ഈ കേരളത്തിൽ നിന്ന് പോയ പെന്തിക്കോസ്തുകാരൻ ഇങ്ങനെ ഇത്ര എളുപ്പം ഒരു പിശാചിനെ ഇറക്കി വിട്ടോ. ഞാനൊക്കെ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് കണ്ടിട്ടുള്ളത്, ഒരു പിശാചങ്ങനെ ഇളകി കിട്ടിയ ആ പാസ്റ്റർ രക്ഷപ്പെട്ടു, അതും കൊണ്ട് ജീവിച്ചോളും. പിന്നെ കുറേ ആൾ ഒന്ന് ആടുമ്പം, നീ ആരാണ്, നിൻ്റെ പേരെന്താണ്, നീ എന്ന് വന്നു, നീ എങ്ങനെ വന്നു, നിങ്ങൾ എത്ര പേരുണ്ട്, നിങ്ങൾ പോവോ?
1 മണി രാത്രി 1 മണിയായിട്ടും പിശാച് പോകുന്നില്ല. അവസാനം ഉദ്ദേശിച്ച് ചോദിക്കുക, നീ പോവുമോ? അപ്പം പിശാച് ചോദിച്ചു, എന്ത്? എനിക്ക് പോകണം. കണ്ടോ, 1 മണിയായിട്ട് പിശാച് പോകുന്നില്ല. ഞാൻ ഈ പെന്തിക്കോസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ജനിച്ചു വളർന്ന് വന്നുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ കണ്ട പല പരിപാടികളും ഇതൊക്കെയാണ്. എന്താണ്? ഡയലോഗ്. എത്ര പേരുണ്ട്? എന്നാണ് വന്നത്? അല്ലേ? പിന്നെ പോകുമെന്നുള്ളതിന് കുറേ അടയാളങ്ങളൊക്കെ. പോകുന്ന വഴിക്ക് ആ മാവിൻ്റെ ഒരു കൊണ്ട ഒടിച്ചിട്ടിട്ട് പോകണം. ഇന്ന് ഇതൊക്കെ വായിച്ചു നോക്കുമ്പം ഇതൊക്കെ എവിടെയാണ് ബൈബിളിലുള്ളത്? അല്ലേ? അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പം ഫിസിക്കൽ ഹീലിംഗ് ലാസ്റ്റിലേ വരുന്നുള്ളൂ. ആദ്യം വന്നത് സ്പിരിച്വൽ ഹീലിംഗ്, ഇമോഷണൽ ഹീലിംഗ്, ഡെലിവറൻസ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 4-മതാണ് നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ ഹീലിംഗ്. ഫിസിക്കൽ ഹീലിങ്ങിനെ പറ്റി നല്ലോണം ഓർക്കണം പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, പുതിയ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, യേശു തൻ്റെ മെശിഹ ആണെന്ന് താൻ തെളിയിച്ചു. തന്നെ പറ്റിയുള്ള തൻ്റെ പ്രവചനങ്ങളെല്ലാം താനാണ് മെശിഹ എന്നുള്ളത് താൻ തെളിയിച്ചു. അപ്പോസ്തലന്മാരുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നമ്മൾ വരുമ്പം രോഗികളെ കൊണ്ടുവന്ന് അവിടെ നമ്മൾ ഇവിടുത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിൽ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ കയ്യാൽ 12-ാം വാക്യം, ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അല്ലേ? അടുത്ത 15-ാം വാക്യം, രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അടുത്തത്, അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. വണ്ടി പിടിച്ച് രോഗികളെ അശുദ്ധാത്മാവ് പിടിച്ചവരെയും കൊണ്ടുവന്ന് അവരെല്ലാവരെയും സൗഖ്യമാക്കി വിട്ടു അന്നത്തെ സഭ. ഇന്നത്തെ കോണ്ടെക്സ്റ്റ് എല്ലാ ചർച്ചിൻ്റെ ഫ്രണ്ട് ആംബുലൻസുകൾ ഇങ്ങനെ നിരന്ന് കിടക്കും, എല്ലാ സ്ട്രെച്ചറിനകത്ത് രോഗികളായിരിക്കും. ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു രംഗം ആലോചിച്ച് നോക്കി. അല്ലേ? അതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ പുതിയ നിയമസഭയിൽ നടന്നത്. ഇനി നമുക്ക് അറിയാം, യാക്കോബിൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ യാക്കോബ് പറയുക, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ എന്ത് ചെയ്യണം? സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, എണ്ണയല്ല. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട്, കണ്ടോ, അവിടെ ആ പാപവും ആ രോഗവും ഉഴവിൽ നിന്ന് കണക്ട് ചെയ്ത് കാണുന്നു. എന്നിട്ട് നിങ്ങൾ അന്യോന്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അന്യോന്യ രോഗശാന്തി വരേണ്ടതിന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പം ഇവിടെ ഒരു കാര്യം ഓർക്കണം, അപ്പോസ്തലന്മാരുടെ സഭയുടെ തുടക്കത്തിലും ഇതുപോലെ രോഗസൗഖ്യം ശക്തമായിട്ട് അവിടെ കണ്ടു. പക്ഷെ പിന്നീട് മുന്നോട്ട് വരുമ്പോൾ ഇതിൻ്റെ ശക്തി കുറഞ്ഞു എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം കർത്താവിന് മാറ്റമില്ല, കർത്താവിൻ്റെ വചനത്തിനും മാറ്റമില്ല, കർത്താവിൻ്റെ ശക്തിക്കും മാറ്റമൊന്നുമില്ല. പക്ഷേ പിന്നീട് ലേഖനങ്ങളിലും മറ്റും വന്നപ്പം യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, പൗലോസ് ഒരിടത്ത് പറയാ, ഞാൻ എൻ്റെ കൂട്ടാളിയെ ആ ദ്വീപിൽ രോഗിയായി വിട്ടേച്ച് പോന്നു. അവനെയും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കർത്താവ് അവനെ സൗഖ്യമാക്കുന്നില്ല, ഞാൻ അവനെ അവിടെ വിട്ടേച്ച് പോന്നു. രോഗികളെല്ലാം മരിച്ചവരെ ഉറപ്പിച്ചവനല്ലേ പൗലോസ്? തിമോത്തിയോസ് കൂടെ നടക്കുന്ന അസിസ്റ്റൻ്റാ. എടാ, നിൻ്റെ വയറ്റുവേദനയ്ക്ക് നീ എന്തെങ്കിലും ഒന്ന് മരുന്ന് കഴിക്കടാ, വെള്ളം മാത്രം ഇങ്ങനെ കുടിച്ചാൽ നീ ഇങ്ങനെ ക്ഷീണിച്ചു പോകും, കൈവച്ചങ്ങ് സൗഖ്യമാക്കിയാൽ എന്താ പ്രശ്നം? താൻ തന്നെ തനിക്കും ഒരു ശൂലം ഇടത്തിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതെന്താണെന്ന് നമുക്കറിയത്തില്ല. അതിന് പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ പ്രാർത്ഥിച്ചു? 1 അല്ല 3 വട്ടം പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവ് ഉത്തരം കൊടുത്തു. എന്തായിരുന്നു ഉത്തരം? ആ ശൂലമല്ല മാറ്റിയത്, പകരം കൃപ കൊടുത്തു. ഇന്ന് നമ്മളാണെങ്കിൽ പറയുന്നത് കൃപ ആർക്ക് വേണം? കൃപ. ഇതാണ് നമ്മുടെ പ്രശ്നം. കർത്താവിനറിയാം നമ്മുടെ ശൂലത്തിന് ഏത് കൃപ തരണമെന്ന്. ഇവിടെ ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇവിടെ മിറക്കിൾസ് വെർ അബൻഡൻ്റ് ഇൻ ദ ഏർലി ഡേയ്സ്, ഒരു സംശയം വേണ്ട. അന്ന് കർത്താവിൻ്റെ നാമം എവിടെ പ്രസിദ്ധപ്പെടുത്തുന്നുവോ അവിടെയെല്ലാം കർത്താവ് തൻ്റെ നാമത്തെ വെളിപ്പെടുത്തി തെളിയിച്ചു. ഈ പറഞ്ഞ വചനം സത്യമാണ് എന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് തെളിയിച്ചു. ഇന്നും ജാതികൾ അടയാളം കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ല, അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കിയേ, കൂട്ടമായിട്ട് വരും. ഈ പറഞ്ഞ സകലരും സൗഖ്യമാവും. ആഫ്രിക്കയിൽ നിങ്ങൾ പോകും, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു പുതിയ സ്ഥലത്ത് പോകും, പെട്ടെന്ന് സൗഖ്യം. ഇപ്പം നമ്മുടെ തന്നെ ഔട്ട്റീച്ച് സ്ഥലങ്ങളിൽ എന്തുമാത്രം നല്ല സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത്, അല്ലേ? എത്ര അതിശയ സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത്. പക്ഷെ അത്രയും അതിശയങ്ങൾ എന്താ ഇവിടെ നടക്കാത്തത്? ഒരേ കർത്താവ് തന്നെയാണ് പ്രിയപ്പെട്ടത്. കർത്താവിന് മനസ്സില്ലാഞ്ഞിട്ടുമല്ല. ഇവിടെയാണ് ഒരു സത്യം ഞാൻ വളരെ താഴ്മയോടെ പറയാം. This suggests that as the church matured, the daily practice of ministry emphasized spiritual discipline. എങ്ങനെയൊക്കെ ജീവിക്കണം,
ഇതാണ് പിന്നെ അപ്പോസ്തലന്മാർ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കാൻ തുടങ്ങിയത്. നല്ലോണം ഓർക്കണം. ഇന്നത്തെ പ്രശ്നം, നമ്മൾ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി മാത്രം കിടന്ന് ഓടിയാൽ അതിൻ്റെ പുറകെ ഓടിക്കൊണ്ട് നടക്കും. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതിലൂടെ നമ്മൾ എങ്ങനെ ജീവിക്കണം, ആത്മീയമായിട്ട് ഞാൻ എങ്ങനെ വളരണം, കൺഫെഷൻ, എന്ത് കാര്യങ്ങൾ ഏറ്റുപറയണം, ആൻഡ് ട്രസ്റ്റ് ഇൻ ഗോഡ്സ് സോവറിനിറ്റി, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ഞാൻ വിശ്വസിക്കണം. അതാണ് എൻ്റെ ഇൻറ്റേർണൽ മെച്യൂരിറ്റി ഓവർ എക്സ്റ്റേണൽ സൈൻസ്. എന്താണ്, എനിക്കകത്തൊരു പക്വത വരുമ്പം പുറമേ ഉള്ള അടയാളങ്ങളിൽ നിന്ന് ഞാൻ പതുക്കെ കണ്ണങ്ങ് എടുക്കും. എൻ്റെ ഷുഗറും ബി പിയും കൂടിയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല. കൂടിപ്പോൾ എന്തിനാവും, അടിച്ചു പോവുമായിരിക്കും. അടിച്ചു പോയാൽ ഞാൻ എവിടെ പോവും? ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു ലാഘവത്തോടെ നമുക്ക് രോഗത്തെ ഇന്ന് കാണാൻ പറ്റുന്നില്ല. കാരണം നമുക്കിപ്പോഴും പേടിയാണ്. അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇവിടെ ഓർക്കണം, ഈ വിശ്വാസം എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ അത് ഇറ്റ്സ് എ കോൺഡ്യൂട്ട്. എന്തിനാണ്? ആ കർത്താവിലേക്ക് എന്നെ കണക്ട് ചെയ്ത് കർത്താവിൻ്റെ ശക്തി എന്നിലേക്ക് വരുന്ന ഒരു 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 കോൺഡ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു വയറാവണം മാത്രമേ ഉള്ളൂ. അല്ലാതെ വിശ്വാസത്തിലല്ല ഞാൻ വിശ്വാസം വയ്ക്കേണ്ടത്, ഞാൻ എൻ്റെ കർത്താവിലാണ് വിശ്വാസം വയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നം, ആരുടെ വിശ്വാസം കൊണ്ടാണ് സൗഖ്യമാകേണ്ടത്? ഇന്ന് ഒത്തിരി പേരുടെ പ്രശ്നം, എനിക്ക് നിങ്ങളെപ്പോലെ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടായിരിക്കും എൻ്റെ രോഗം പോകാത്തതെന്ന് ഒത്തിരി രോഗികൾ പലപ്പോഴും കുറ്റബോധത്തിലിരിക്കാറുണ്ട്. ചിലർ എന്തിനാണ്, എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള വിശ്വാസം വരുന്നില്ല. അപ്പം പ്രാർത്ഥിച്ച ആളുടെ വിശ്വാസക്കുറവാണെന്ന് വിചാരിക്കും. അല്ല പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച ആളുടെ വിശ്വാസക്കുറവും രോഗിയുടെ വിശ്വാസക്കുറവും അല്ല. ചിലപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് വന്ന 4 പേര്, ഒരു പക്ഷപാതക്കാരൻ, അവരുടെ വിശ്വാസം കണ്ടിട്ടും സൗഖ്യമാക്കി. അതിൻ്റെ അർത്ഥം അവിടെ വിശ്വാസത്തിൻ്റെ അളവ് പോലെ അല്ല വിഷയം, അല്ലേ? അവിടെ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ആ ഗിൽറ്റ് ഈസ്, വെൻ ഹീലിംഗ് ഈസ് ഡിലേഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ഗിൽറ്റ്, അല്ലേ? പക്ഷെ അവിടെ ഓർക്കണം, ഹീലിംഗ് ഈസ് സോൺലി ഡിപ്പെൻഡൻ്റ് ഓൺ അവർ സോവറിൻ ഹീലർ. ആരാണ്? പരമാധികാരിയായ സൗഖ്യദായകനായ ദൈവത്തിൻ്റെ മനസ്സാണ് സൗഖ്യമാക്കുന്നത്. അത് എപ്പോൾ, എങ്ങനെ എന്നൊക്കെയുള്ള കാര്യം അത് ദൈവത്തിനങ്ങ് വിട്ടേക്കണം പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിനങ്ങ് വിട്ടേക്കണം. ഇവിടെ ഞാൻ എൻ്റെ ഒടുവിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് ഞാൻ നിർത്താം. ഗോഡ് ഇൻ ഹിസ് സോവറിനിറ്റി, ദൈവം തൻ്റെ പരമാധികാരത്തിൽ ഡസ് നോട്ട് ഓൾവേസ് ചൂസ് ടു ഗ്രാൻഡ് ഫിസിക്കൽ ഹീലിംഗ് ഇൻ ദിസ് ലൈഫ്. ചില രോഗങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം ഈ ശരീരത്തിൽ, ഈ ഭൂമിയിൽ വെച്ച് തരത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഓരോരുത്തരും ഓർക്കണം. ഞാനീ പറയുന്നത് ഇനി നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണമെങ്കിൽ ഞാനൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം പറയും. നിങ്ങളെല്ലാവരും വേണേൽ അല്ലെല്ലോ പറയും. ഗോഡ് ഹീൽസ് ഓൾ ഡിസീസസ്, ആമേൻ, എക്സെപ്റ്റ് ദ ലാസ്റ്റ് വൺ. ഇത് വളരെ നെഗറ്റീവായിട്ട് പോകുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇതൊരു സത്യമാണ്. ഗോഡ് ഹീൽസ് ഓൾ ദ ഡിസീസസ് എക്സെപ്റ്റ് ദി. ഇതുവരെ നിങ്ങൾക്ക് എന്നെപ്പറ്റി അല്പം വിലയുണ്ടായിരുന്നു, അതിപ്പം പോയി കിട്ടിയാലും കുഴപ്പമില്ല. അവസാനത്തെ രോഗം നമ്മളെ കൊണ്ടുപോകാൻ വരുന്നൊരു വാഹനമാണ്, അത് നമ്മളെ കൊണ്ടേ പോവും. പക്ഷെ ആ വാഹനം ആംബുലൻസ് അല്ല, ദൈവം അയക്കുന്നൊരു രഥമാണ്. ആ രഥമാണ് മരണം. ഡെത്ത് ഇസ് ദ ചാരിയറ്റ് ദാറ്റ് അവർ ഹെവൻലി ഫാദർ സെൻഡ്സ് ടു അസ് ടു ടേക്ക് അസ് ടു ഹിംസെൽഫ്. തന്നിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലാനായി നമ്മുടെ പിതാവ് നമുക്ക് അയച്ചു തരുന്ന ഒരു രഥമാണ് മരണം. ഇന്ന് രഥം വന്നാൽ നമ്മളതിൽ കയറി പോവുക, സന്തോഷത്തോടു കൂടി ആ രഥത്തിൽ നമ്മൾ കയറി പോവുക പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ചിന്തിക്കും, ഇതൊരു 80 വയസ്സ് കഴിഞ്ഞവർക്ക് കേൾക്കാൻ പറ്റിയ ഒരു പ്രസംഗമായിരുന്നു. എൻ്റെ അമ്മച്ചി, ആ അമ്മായിമ്മ, എൻ്റെ തള്ള ഒന്ന് കേട്ടിരുന്നെങ്കിൽ. ഇത് അമ്മായിമ്മ തള്ളയ്ക്കുള്ള പ്രസംഗമൊന്നുമല്ല. ഇവിടെ ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും, ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും, ഏത് പ്രായത്തിലുള്ളവർക്കും, ഒരു ആരോഗ്യ പ്രശ്നമില്ലാത്തവർക്കും ഉള്ള പ്രസംഗമാണ്. ഞാൻ ഇന്നിവിടെ കണ്ണടച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുറക്കാൻ വരണം. ആ ഒരു ബോധ്യത്തെ വേണം ജീവിക്കാൻ. എന്നെ കർത്താവ് സൗഖ്യമാക്കും ഇല്ല എന്നുള്ളതൊക്കെ കർത്താവിൻ്റെ പരമാവധി വിട്ടേക്ക്. എനിക്ക് അവനെന്നെ കൊന്നാലും ഞാൻ അവനെ നോക്കിയിരിക്കും. ഞങ്ങൾക്ക് 2002 ഒരു കുഞ്ഞുണ്ടായി മരിച്ചപ്പം, എൻ്റെ വാക്ക് നിർത്തുകയാണേ, ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യം പറയുന്നത് നിർത്തുന്നെന്ന്. എങ്കിൽ കുഞ്ഞുണ്ടായി മരിച്ചപ്പം ഇതുപോലെ എല്ലാവരും പ്രാർത്ഥിച്ചു, ലോകം മൊത്തം ഞങ്ങളെ അറിയുന്നവർ പ്രാർത്ഥിച്ചു. അവസാനം കുഞ്ഞ് മരിക്കുകയാണെന്ന് മനസ്സിലായപ്പം ഞങ്ങൾ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട്, കർത്താവേ നീ തന്നു, നീ എടുക്കുകയാണെങ്കിൽ എടുത്തോ,
എൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് വെച്ചു. 2 മണിക്കൂർ കഴിയുമ്പോൾ കുഞ്ഞ് മരിച്ചു. അന്ന് എന്നെ പലരും കുറ്റം പറഞ്ഞു. ആ പ്രാർത്ഥന തെറ്റായിപ്പോയി, അങ്ങനെ പ്രാർത്ഥിക്കരുതായിരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം ദൈവം തന്നു, പിശാച് എടുത്തുകൊണ്ട് പോയി എന്നാണ്. ഈ തിയോളജിയാണ് എന്നോട് പലരും പറഞ്ഞത്. പക്ഷെ ഞാൻ ഇത് വായിച്ചു നോക്കിയപ്പം ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കുഞ്ഞു പോയി ആ ഞായറാഴ്ച ചർച്ചിൽ വന്നു. അപ്പോൾ എല്ലാവരും നോക്കിയിരിക്കുക, ഇയാളെന്താ പറയാൻ പോകുന്നത്. അന്ന് എനിക്ക് തൊട്ട് മുമ്പായിട്ട് വചനം സംസാരിച്ച പാസ്റ്റർ റിൻസി ആയിരുന്നു. റിൻസി അന്ന് വചനം പറഞ്ഞപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഞാൻ ഇന്ന് പലയിടത്തും അത് കോട്ട് ചെയ്യാറുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാം? നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, കുഞ്ഞിന് വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, ലോകം മൊത്തം പ്രാർത്ഥിച്ചു സംശാൻ്റെ കുഞ്ഞ് ജീവിക്കുമെന്ന്. പക്ഷേ കുഞ്ഞ് പോയി, കർത്താവിൻ്റെ സന്നിധിയിൽ പോയി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ അവസാന നിമിഷം വരെ വിശ്വസിച്ചു. വിശ്വസിച്ചതിൻ്റെ പേരിൽ കർത്താവ് ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നീ എന്തിനാ അത്രയും വിശ്വസിച്ച്? അത്രയൊന്നും വിശ്വസിക്കണ്ട. ഞാൻ പറഞ്ഞു അത്രയും വിശ്വസിക്കാൻ. അങ്ങനെ വല്ലതും ചോദിക്കുക കർത്താവ്? ഇല്ല. തിരിച്ച് കർത്താവ് എന്താ ചോദിച്ചത്? എവിടെ പോയി നിൻ്റെ വിശ്വാസം? അല്പവിശ്വാസിയെ, അവിശ്വാസിയെ, ഇപ്പോഴും വിശ്വാസമില്ലേ? ഇതൊക്കെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ നോക്കി ചോദിച്ചത്. പക്ഷേ വിശ്വസിച്ചതിൻ്റെ പേരിൽ ആരും യേശു വഴക്ക് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മളും വിശ്വസിക്കുമ്പം അവസാന ശ്വാസം വരെ നമ്മൾ വിശ്വസിക്കണം. അവസാന നിമിഷവും അത്ഭുതം ചെയ്യുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, അല്ലേ? അത് നമ്മൾ വിശ്വസിക്കണം. പക്ഷെ ഒരു കാര്യം, നമ്മൾ അവസാനം വരെ വിശ്വസിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. കണ്ണടയ്ക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചാട്ട്. നമ്മൾ പലപ്പോഴും ഉത്തരം കിട്ടാതെ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് എൻ്റെ രോഗം മാറുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ കഷ്ടം തീരുന്നില്ല എന്ന് നമ്മൾ ചോദിക്കുന്നുവെങ്കിൽ, വൈ മീ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഇന്നൊന്ന് പതുക്കെ ഒരു മാറ്റം വരുത്താം. വൈ നോട്ട് മീ? എന്തുകൊണ്ട് നിനക്ക് എന്നെ പരീക്ഷിച്ചൂടാ? പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കണം. നമ്മുടെ കഷ്ടങ്ങൾ നീളുന്നുവെങ്കിൽ, നമ്മുടെ രോഗങ്ങൾ ഒരുപക്ഷെ നമ്മളെ വിട്ടു പോകാതിരിക്കുന്നുവെങ്കിൽ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കുന്ന ഒരു കാര്യം കൂടെ അതിനകത്ത് നടക്കുന്നുണ്ട്. ഇറ്റ്സ് എ മീൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ ഓൾസോ. നമ്മളെ പൊന്നുപോലെ ശുദ്ധീകരിച്ച് നമ്മളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാനും കൂടി കർത്താവ് നമ്മുടെ രോഗങ്ങളെയും നമ്മുടെ അവസ്ഥകളെയും ദൈവം ഉപയോഗിക്കും. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം തന്നെ. അത് തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായിട്ടാണ്. എന്നെ അവൻ ശുദ്ധീകരിച്ച് എന്നെ പൊന്നുപോലെ അവൻ പുറത്തു കൊണ്ടുവരും. പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ സന്നിധിയിൽ ഞാൻ പോയി നിൽക്കും. ഹല്ലേലൂയ. അന്ന് ഒരു കുറവുമില്ലാതെ എന്നെ കൊണ്ട് അവിടെ നിർത്തുവാൻ വേണ്ടി, കളങ്കമില്ലാതെ എന്നെ ആനന്ദത്തോടെ അവൻ്റെ സന്നിധിയിൽ കൊണ്ട് നിർത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ നിർത്തുന്ന പ്രോസസ്സിൽ, ആ ഒരു പ്രോഗ്രസീവായിട്ടുള്ള പ്രോസസ്സിൽ ഈ പറഞ്ഞ പോലെ ചില വേദനകൾ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ, ചില രോഗങ്ങൾ ഉണ്ടായിരിക്കും, ചില വിഷയങ്ങൾ നമുക്ക് ഒരിക്കലും ഉത്തരം കിട്ടണമെന്നില്ല. പക്ഷേ ഉത്തരം ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് വേണ്ട. നമുക്ക് ദൈവസന്നിധിയിൽ പോകുമ്പോൾ നമുക്ക് കർത്താവിനോട് ചോദിക്കാം, അന്ന് നമുക്ക് ഉത്തരം കിട്ടും. മറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്കുള്ളത്, പക്ഷേ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത് നമുക്ക് അനുസരിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അനുസരിക്കാം. എന്താണ് അനുസരിക്കേണ്ടത്? കർത്താവേ, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ എന്താണോ അത് നിറവേറട്ടപ്പാ. എൻ്റെ വാശികളും ഒക്കെ ഞാൻ വിടുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതമാണ് നല്ല ഹിതം, അത് പൂർണ്ണതയുള്ളതാണ്, അത് പ്രസാദകരമാണ്, അത് നിറവേറട്ടെ. അതിനനുസരിച്ച് എൻ്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ, വ്യത്യസ്തമായി മാറി ചിന്തിക്കുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു. എൻ്റെ ശരീരത്തെ യാഗമായി ആ യാഗപീഠത്തിൽ വയ്ക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശരീരത്തെ യാഗമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് പ്രിയപ്പെട്ടവരെ. ഈ ആലയത്തെ കർത്താവ് നമുക്ക് തന്നുവെങ്കിൽ, ഈ ആലയത്തിൽ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നുവെങ്കിൽ, ഈ ആലയം കൊണ്ട് ഞാൻ ജീവനാളാണേലും മരണത്താലാണേലും ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതിനായി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആലയങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ശരീരത്തെ യാഗമായി സമർപ്പിക്കുന്നപ്പാ. ഞങ്ങളുടെ പ്രാണനെ കർത്താവെ ഞങ്ങൾ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു കർത്താവേ. എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നെ തകർത്തിയിടാൻ താതൻ ഇഷ്ടമെങ്കിൽ തൻ്റെ ഹിതം എന്നിൽ സമ്പൂർണ്ണമാകട്ടെ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മളിവിടെ വന്നിരിക്കുന്ന എല്ലാവരും, ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും സമ്പൂർണ്ണമായിട്ട് നിങ്ങളെ സമർപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവെ, ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ മുന്നോട്ട് വഴി നടത്തണമേ. ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള ക്ലേശങ്ങൾ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മനസ്സിലുള്ള വേദനകൾ, ഞങ്ങളുടെ മുമ്പിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ പലതുണ്ട്. അതെല്ലാം ഇതാ ഞങ്ങൾ യാഗപീഠത്തിൽ വയ്ക്കുന്നപ്പാ. യാഗപീഠത്തിൽ വയ്ക്കുന്നു, ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് വയ്ക്കുന്നു.
അവിടുന്ന് സമ്പൂർണ്ണമായി ഞങ്ങളെ ഏറ്റെടുക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.